കെമിസ്ട്രി എന്താ ഒരു ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിച്ചു. അത് എന്തായിരുന്നു? കെമിസ്ട്രി ഇസ് ദ സബ് ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ആരാണ്? വിച്ച് ഡീൽസ് വിത്ത് ദ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, പിന്നെന്താണ് പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് റിയാക്ഷൻസ് ഓഫ് എ മെറ്റീരിയൽ സബ്സ്റ്റൻസ്. ഇതാണ് എന്ത് കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത് അല്ലേ? സംസാരം വേണ്ട, ഇനി ശ്രദ്ധിക്കുക തുടങ്ങി. ആ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടത് എന്തായിരുന്നു? മാറ്റർ ആയിരുന്നു തോന്നുന്നു അല്ലെ? മാറ്റർ എന്തായിരുന്നു? ബേസിക് ഡെഫിനിഷൻ പെട്ടെന്ന് പറഞ്ഞു പോയി. ബേസിക് ഡെഫിനിഷൻ എന്താ? മാറ്റർ മാസ് പ്ലസ് വോളിയം അല്ലെ? മാറ്ററിന് എന്തായിരുന്നു? മാസ് പ്ലസ് വോളിയം. എത്രയായിട്ട് തന്നിരിക്കാം? ഏതൊക്കെയാ? പ്യുവർ സബ്സ്റ്റൻസിൽ എത്ര ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആ? ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. എത്രയായിട്ട് തന്നിരിക്കാം? ഏതൊക്കെയാ? എലമെന്റ്സും കോമ്പൗണ്ട്സും അല്ലെ? എലമെന്റ്സിൽ ഓൺലി വൺ ടൈപ്പ് ഓഫ്, മറ്റേതില് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ്. അപ്പുറത്താര മിക്സ്ചേഴ്സ് എന്തായിരുന്നു? കണ്ടി മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. എത്രയായിട്ട് തന്നിരിക്കാം? ഏതൊക്കെയായിരുന്നു? ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോന്റെ വാക്കിന്റെ അർത്ഥം എന്താ? യൂണിഫോം കോമ്പോസിഷൻ. എന്തായിരുന്നു? യൂണിഫോം കോമ്പോസിഷൻ. ഹെട്രോ ഡിഫറെന്റ് കോമ്പോസിഷൻ ആയിട്ട് ഡിഫറെന്റ് പാർട്സ്. ഹെട്രോന്റെ എക്സാമ്പിൾസ് എന്തായിരുന്നു? സീ വാട്ടർ, മഡി വാട്ടർ, സോയിൽ ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതിനുശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? മാസമാണോ കണ്ടത്? അതിനുശേഷം ഏതാ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകത എന്താ? എന്ത് ഇല്ല? കോമ്പോസിഷൻ ചേഞ്ച് ഇല്ല. നോ കോമ്പോസിഷൻ ചേഞ്ച് അല്ലെ? We can observe the value without any change in their composition. And what about chemical properties? It can be measured only by the occurrence of a chemical change. പിന്നെ കണ്ട എന്തായിരുന്നു? മാസ് ആയിരുന്നു തോന്നുന്നു അല്ലെ? മാസ് എന്താ? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ് അല്ലെ? വെയിറ്റ് എന്താ? ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പുൾ ബൈ ദ പ്ലാനറ്റ് ആണോ? പിന്നെ മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ഗ്രാവിറ്റേഷണൽ പുള്ള് അല്ലെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. പൊതുവിൽ നമ്മൾ വെയിറ്റ് ഒക്കെ പറയുന്നത് കിലോ എന്നാണ് പറയാം അല്ലെ? പക്ഷെ അങ്ങനെയല്ല. മാസിന്റെ യൂണിറ്റ് ആണ് എന്ത്? കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലെ? പിന്നീട് അതിനുശേഷം വോളിയം കണ്ടു. വോളിയം എന്താ? മലയാളത്തിൽ പറഞ്ഞ ഇരിക്കാൻ വേണ്ട സ്ഥലം, സ്പേസ് ടു ഓക്യുപ്പൈ അല്ലെ? പിന്നെ അതിനുശേഷം കണ്ട എന്തായിരുന്നു? മാസ് വോളിയം. ഡെൻസിറ്റി ഇക്വേഷൻ പറഞ്ഞേ. മാസ് ബൈ വോളിയം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെ? അതിനുശേഷം എന്തായിരുന്നു കണ്ടേ? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് നമ്മൾ എത്രണ്ണ കണ്ടത് മക്കളെ? 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? എത്ര പഠിക്കാനുള്ളത്? 5 എണ്ണമാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഏതൊക്കെയായിരുന്നു 5 എണ്ണം? ആദ്യം ആ പേരുകളൊന്ന് ലിസ്റ്റ് ചെയ്ത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, law of definite proportion, law of multiple proportion, Gay-Lussac's law, Avogadro's law. Law of conservation of mass കണ്ടുപിടിച്ച ആരാ? അന്റോണിയോ ലാവോസിയർ അല്ലേ? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ് കേട്ടോ. അന്ന് ആ പ്രിന്റിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആൻഷ്യൻ കെമിസ്ട്രി എന്നാണ് എഴുതിയത്. അന്ന് കറക്റ്റ് ചെയ്യണം. ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി ആണ് കേട്ടോ. അന്റോണിയോ ലാവോസിയർ ആണ് എന്ത് ഇത് കണ്ടുപിടിക്കുന്നത് അല്ലേ? ലോ എന്തായിരുന്നു? 2 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പിടിച്ചു അല്ലേ? നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Matter can neither be created nor be destroyed. അല്ലെങ്കിൽ എന്താ? In a chemical reaction, the total mass of the reactant is equal to the total mass of the product. പിന്നെ law of definite proportion കണ്ടുപിടിച്ച ആരാ? ജോസഫ് പ്രോസ്റ്റ് അല്ലേ? ജോസഫ് പ്രോസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? The same compound always contain same elements exactly by fixed ratio by mass. വേറെ രീതിയിലൂടെ പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു? In a given compound always contain exactly the same proportion of elements by weight. ആണോ? ഇവിടെ പറയാട്ടോ. പിന്നെ അതിന് ശേഷം മൂന്നാമത് കണ്ടത് എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആയിരുന്നു അല്ലെ? ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ച ആരാ? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ പറഞ്ഞ കാര്യം എന്തായിരുന്നു? When two elements combine to form more than one compound, the different masses of one of the element combined with the fixed mass of another bear a simple whole number ratio. അല്ലേ? പിന്നെ അതിന് ശേഷം ലോ ഓഫ് Gay-Lussac's law. When gaseous combine to form gaseous products, their volumes are in a simple whole number ratio.
അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പിന്നെ കണ്ട എന്താ അവഗാഡ്രോസ് ലോ അല്ലെ, ഈക്വൽ വോളിയംസ് ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്നോട് പറഞ്ഞേ, ഈക്വൽ വോളിയംസ് ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ, കറക്റ്റ് അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇല്ലേ, കണ്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടെന്താ, അതിന് ശേഷം ഒന്നും കണ്ടില്ല അല്ലേ, കണ്ടു. ഇത് അയ്യോ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ആറ്റംസ് എന്താ, മൈന്യൂട്ട് Dalton's atomic theory അല്ലെ, matter is made up of minute and indivisible particles called atom. Atoms of identical അല്ലെ same elements are identical in properties and mass. Different elements ന്റെ atoms എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ, ഏതാ, atoms can either be created not be destroyed. പിന്നെ atoms combine to form molecules എന്ന് പറഞ്ഞൊരു by fixed ratio അല്ലേ. വല്ല പോയിന്റ് ഇടയിൽ വിട്ടോ, ഓർമ്മ പോയി ഇല്ല, എല്ലാം പറഞ്ഞോളൂ. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പിന്നെ രണ്ട് പോയിന്റ് ആയിട്ട് ആറ്റംസ് കമ്പൈൻ ദേ ഡു സോ ഇൻ എ എന്താണ് ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ആറ്റംസ് എന്തായിരുന്നു, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എലമെന്റ്. മോളിക്യൂൾ എന്താ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് കോമ്പൗണ്ട്. എത്ര ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, രണ്ടെണ്ണം. ഏതൊക്കെയാ, ഹെട്രോ ഹോമോ അല്ലെ, ഹോമോന്യൂക്ലിയറും ഹെട്രോന്യൂക്ലിയറും. ഹോമോന്യൂക്ലിയറിന്റെ പ്രത്യേകത എല്ലാം വൺ ടൈപ്പ് ഓഫ് ആറ്റാണ്. ഹെട്രോ പല ടൈപ്പ് ആറ്റംസ് ഉണ്ടാവും. പിന്നെ നമ്പർ ഓഫ് ആറ്റംസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചെയ്യാം. മോണോ, ഡൈ, പോളി. മോണോന്റെ പ്രത്യേകത എന്താ, ഒരു ആറ്റാണ് അല്ലെ. ആറ്റോ മോളിക്യൂളും ആകുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഹീലിയം ആറ്റോ ഹീലിയം മോളിക്യൂളും He തന്നെയാണ് അല്ലെ. പിന്നെ ഡൈ രണ്ടെണ്ണം ഉണ്ടാവും, പോളി കുറച്ചധികം ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച സാധനമാണ് എന്ത്, യൂണിഫൈഡ് മാസ്. ആറ്റത്തിന്റെ മാസ് അളക്കാനായിട്ട് നമുക്ക് കിലോഗ്രാം പോലെയുള്ള വലിയ വെയിറ്റുകൾ എന്താണ് നല്ലതല്ല. കാരണം കിലോ ഭയങ്കര കൂടുതലല്ലേ, ആറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ, ചെറുതാണ്, എക്സ്ട്രീംലി സ്മോൾ ആണ് അല്ലെ. അപ്പൊ എന്താണ് ആറ്റം അളക്കാനായിട്ടുള്ള യൂണിറ്റ് എന്താ, യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ മറ്റൊരു പേര് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്തായിരുന്നു ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, മാനി മലയാളത്തിൽ പറയാം, കാർബൺ 12 ആറ്റത്തിന്റെ 12 അപ്പൊ എങ്ങനെ പറയാം, 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതിനെയാണ് എന്ന് പറയുന്നത് 1U അല്ലെങ്കിൽ 1 AMU എന്ന് പറയുന്നത്. എത്രയുടെ വാല്യൂ വരുന്നത്, 1.66 × 10⁻⁻27 കിലോഗ്രാം. അല്ല മക്കളെ, അത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക അവസാന ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എല്ലാ ക്ലാസ്സിലും റിവൈസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും അതുപോലെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വരിക കേട്ടോ. നല്ല പോലെ എന്ത് ചെയ്യുക, പഠിച്ചു വരിക. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്തായാലും, ശ്രദ്ധിക്കും. അടുത്തത് അല്ല ഭംഗിയായിട്ട് കൊടുത്തോ. നമ്മൾ മോളിക്കുലാർ മാസ് ചെയ്തില്ലേ ഇന്നലെ, മോളിക്കുലാർ മാസിന്റെ കാൽക്കുലേഷൻസ് ചെയ്തു അല്ലെ. അടുത്ത ഹെഡിങ് കൊടുത്തോ, ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം മോൾ. പതുക്കെ മോൾ കോൺസെപ്റ്റിലേക്ക് കിടക്കാണ് കേട്ടോ. ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം മോൾ. ഗ്രാം മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം ഗ്രാം മോഡൽ. ഗ്രാം മോളിക്കുലാർ മാസ് അല്ലല്ലോ ആദ്യം പഠിക്കണ്ടേ. ആദ്യം ഏതാ പഠിക്കണ്ടേ, ഗ്രാം ആറ്റോമിക് മാസ് കേട്ടോ. സോറി, ഗ്രാം ആറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ശ്രദ്ധിക്കുക, ഗ്രാം ആറ്റം, ഗ്രാം ആറ്റോമിക് മാസ് ഓർ ഗ്രാം ആറ്റം. ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഇന്ന് കുറച്ച് സമയം പൊക്കോട്ടെ, പതുക്കെ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ഈ വർഷം ഒക്കെ പഠിക്കുമ്പോഴേ, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ +2 പഠിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കാര്യം മാഷ് റിക്കറിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അതെന്താണെന്ന് നമുക്ക് അറിയാം, ശരിയല്ലേ? ഇന്നലെയൊക്കെ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്ന കാര്യം, വലിയ വലിയ മാർക്ക് കിട്ടിയ ആളുകൾക്കൊക്കെ അല്ലേ, ആ ഒരു മാർക്ക് കിട്ടി വലിയ ആളാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് മാറ്റി വയ്ക്കുക. മനസ്സിലാവുണ്ടോ മാഷ്? അത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? മാർക്ക് കിട്ടിയുള്ള ആളുകളുടെ അടുത്ത് മാഷ് പറയുന്നത് ഇപ്പൊ ഈ ഒരു റിസൾട്ടൊക്കെ ഇന്നലെ മാഷ് പറഞ്ഞില്ലേ, ചില ആളുകൾ വീണ് പോണാണ്ടാ. 1-2 പേർക്ക് അതിനെ പറ്റിയിട്ടുള്ളൂട്ടാ. ബാക്കി എല്ലാവർക്കും ഞാൻ നോക്കിയപ്പോൾ നല്ല മാർക്കുണ്ട്, മാത്സ് ഒക്കെ കുറേ പ്ലസ് ഉണ്ട്. ഈ കുട്ടിക്ക് ഡെയിലി ഭയങ്കര വിഷമായി സത്യത്തിലുണ്ട്. ആ കുട്ടിക്ക് മാർക്ക് തന്നപ്പോഴേ അവളുടെ കൂട്ടുകാരികൾക്കുണ്ട്, അതിനൊരു ബെഞ്ചിലിരിക്കാറൊക്കെ ഒരാള് വീണുപോയി, ബാക്കിയുള്ളവർക്ക് പിടിച്ചിട്ടുണ്ട് 90% ഒക്കെ ഉണ്ട്. ഇത് ഒറ്റ കാരണം കൊണ്ടാ. ഇവിടെ ഒരാള് ബോയ്സിൽ ആരും പെട്ടിട്ടില്ലേ, ബോയ്സിലില്ല. കഴിഞ്ഞ പോലെ ഇതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അല്ലേ, എല്ലാ ദിവസവും ഒന്ന് ഓർമ്മിപ്പിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, പണിയാക്കരുത് ദിവസം. മനസ്സിലായ മാഷക്ക് ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട്
വലിയ ബുദ്ധിമുട്ടുണ്ടോ മാഷക്ക്? ഇല്ല. നിങ്ങൾക്ക് തന്നെയാണ് എന്ത് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് കഴിവുണ്ടാവും, നിങ്ങൾ അതിനെ പഠിച്ച് പോവാണ്ട് അവസാനം അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അവസ്ഥ വരരുത്, നശിപ്പിക്കുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, അത് ഇന്നലെ മുന്നേ പറഞ്ഞു തന്നെയാണ്, നമ്മളൊരു കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. പിടികിട്ടുണ്ട നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് കുറെ ബൈ ഹാർട്ട് ചെയ്ത് പോയി, അത് കിട്ടുമായിരുന്നു, മാർക്ക് കിട്ടുമായിരുന്നു. മുന്നത്തെ വർഷങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പം ഇവിടെ എന്താണ് നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇപ്പൊ +2 ഫിസിക്സ് എക്സാം കഴിഞ്ഞ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും, അതായത് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ച മാർക്ക് കിട്ടുന്ന സാധനങ്ങൾ വളരെ എന്താ കുറവാണ്. അപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട്, എന്നാൽ വലിയ രീതിയിൽ മറച്ച് ചിന്തിക്കാനുള്ളതുണ്ടോ അങ്ങനെയും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഇനി ഉത്തരങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. പിടികിട്ടുണ്ടോ പറയുന്നത്? ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഡെപ്ത് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് വരും, സംശയം വരും. സംശയം വരുമ്പോൾ എന്ത് ചെയ്യുക, ചോദിക്കുക. മനസ്സിലായ? ചോദിച്ച് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. മാഷിനെ കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അധികാരവും ആർക്കുണ്ട്, നിങ്ങൾക്കുണ്ടെന്നാണ് മാഷ് കരുതുന്നത്. മനസ്സിലായി? ഇപ്പൊ ആഞ്ജലീനെ മറ്റേ പ്രതിമിഷയെ കാണിച്ചു അല്ലേ, എനിക്ക് ഇതിനോട് യാതൊരു വിരോധമില്ല, പറഞ്ഞാൽ അത് എന്തായി, ശരി. എപ്പോഴും അത് ഓപ്പൺ ആയിരിക്കും. കഴിഞ്ഞ കൊല്ലൊക്കെ +2 ഒരു 1-2 കുട്ടികളൊക്കെ മുളന്താന്നൊക്കെ വരുന്ന കുട്ടികളാണ്, ഭയങ്കര പഠിപ്പിച്ചിട്ടുകളാണ്. അവര് നമ്മുടെ ഇങ്ങനെ വാദിക്കും, അയ്യോ അത് അങ്ങനെയല്ല ഭാഷ, ഇത് ഇങ്ങനെയല്ല ഭാഷ. ചില സമയത്ത് ആ വാദത്തിൽ നമ്മൾ എന്ത് ചെയ്യും, തോറ്റു. മനസ്സിലായ? ഭയങ്കര രസം. അപ്പൊ അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ ഇവിടുന്ന് പറയണത് മുഴുവനും വിഴുങ്ങിയിട്ടിരിക്കാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ആ സാധനം ഉണ്ടാവില്ല, മനസ്സിലാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് നിരക്കണില്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ചോദിക്കുക, ആർഗ്യൂ ചെയ്യുക, ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കുക. മനസ്സിലായ പറഞ്ഞത്? മറ്റു യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തുവേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട്, പക്ഷെ ഞാൻ മാത്സ് ചെയ്ത് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യാം പറയാൻ പറ്റില്ല. കണക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, തെറ്റിയേക്കാം. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ എഴുതി പഠിക്കുമ്പോൾ നോക്കാൻ പറയുന്നതാണ് അല്ലെ, പുറകിൽ എപ്പോഴും നോക്കാൻ പറയുന്നതിന്റെ കാരണം അത് ആ ഒരു മൈൻഡിൽ ചെയ്താൽ മതിയെന്നേ, പിന്നെ പ്രശ്നമില്ലല്ലോ, സേഫാണ്. പിടിയിട്ടുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എന്താ അവിടെ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അത് ഈ കൊല്ലം മുതൽ നമുക്ക് കുറച്ചുകൂടെ എന്താണ് പ്രാധാന്യം ഉണ്ട് എന്ന് തോന്നാൻ കാരണമാണ് എന്ത് ചെയ്യണം, അത് എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നമ്മളിനി കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടല്ല കുറച്ച് വ്യത്യാസമുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന കേസാണ് എന്ത്, ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ എന്താണ് ഗ്രാം ആറ്റം. ഓക്കെ, ഈ ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇത്രയുള്ള സംഗതി. ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്. ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് expressed in gram. ഇതാണ് ആറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. എഴുതിക്കോ, എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആറ്റോമിക് മാസ് പഠിച്ചു. നൈട്രജന്റെ ആറ്റോമിക് മാസ് എത്രയാ? 14. കാർബണിന്റെ എത്രയാ? 12. ഓക്സിജന്റെ എത്രയാ? 16. അല്ലോ അല്ലെ? അങ്ങനെയാണ് അത് പോകുന്നത്. ശരിയാണോ? ആ രീതിയിലാണ് അത് പോകുന്നത്, നമുക്കറിയാം. അപ്പൊ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എലമെന്റിന്റെ ആറ്റോമിക് മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എഴുതുക. ഇന്നലെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഭാഷ പറഞ്ഞിരുന്നു എന്താ, യു. എന്തായിരുന്നു വന്നിരുന്നേ? യു. അത് എത്ര ആറ്റത്തിന്റെ വെയിറ്റാ? ഒരാറ്റത്തിന്റെ വെയിറ്റാ. എത്ര ആറ്റത്തിന്റെ വെയിറ്റാ? ഒരാറ്റത്തിന്റെ വെയിറ്റ്. നോക്കാം. അപ്പൊ കുറച്ച് എക്സാമ്പിളുകളായിട്ട് നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്യണം, തിരക്ക് കൂട്ടണ്ട. 1 GAM. അറിയാം, നിങ്ങളൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളാണ്, എന്നാലും പതുക്കെ നമുക്ക് എടുക്കുന്നു. GAM എങ്ങനെയാണ് റീഡ് ചെയ്യണ്ടേ? ഗ്രാം ആറ്റോമിക് മാസ്. 1 GAM ഓഫ് ആരാണ്? ഓക്സിജൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്സിജന്റെ ഒരു GAM എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഡെഫിനിഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. GAM എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. എന്താണ് ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം? ആറ്റോമിക് മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യാം? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഓക്സിജന്റെ ആറ്റോമിക് മാസ് എത്രയാ? 16. അപ്പൊ എന്ത് ചെയ്യാം? 1 GAM ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. യു മാറ്റിയിട്ട് അതിന് എന്ത് കൊടുക്കുക? G ഇട്ട് കൊടുക്കുക. തൽക്കാലം അത്ര മതി. അത് പിന്നെ മോളായിട്ട് മാറും. അതാണ് എന്റെ കൺസെപ്റ്റ്.
അപ്പൊ 1 GAM ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 16 ഗ്രാം. എതിർപ്പില്ലല്ലോ. ഈ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് ആണോ? യെസ് ഓർ നോ? 16 ഗ്രാം. ഈ പേന എത്ര ഗ്രാം ഉണ്ടാവും? ഒരു 10 ഗ്രാം ഉണ്ടാവും. ഒന്ന് കൂട്ടിക്കോ അല്ലേ? അല്ലെങ്കിൽ 16 ഗ്രാം ഉണ്ടാവും, ഒന്ന് കൂട്ടിക്കോ. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് ആണോ 16 ഗ്രാം? പറയേ, ഒക്കെ പറഞ്ഞടാ. അല്ല, ഒരു ഓക്സിജൻ ആറ്റത്തിന് 16 ഗ്രാം. എന്നു വെച്ചാൽ നമ്മളൊരു വലി വലിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വെയിറ്റ് അങ്ങോട്ട് കൂടണ്ടേ? 10 കിലോ വീതം അത്രയും ഓക്സിജൻ എടുക്കുമ്പോൾ. ഇത് കൺഫ്യൂഷൻ ആവരുത്. ഗ്രാം ആറ്റോമിക് മാസ് ഒരു ആറ്റത്തിന്റെ വെയിറ്റ് ആണോ? അല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ചോദിക്കട്ടെ, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാ? പറഞ്ഞോ. 16. പറയടാ, പറഞ്ഞ ശരിയാണ്. 16 എത്രയാ? ഒക്കെ പറ. 16 U. ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ വെയിറ്റ് എത്രയാ? ഒക്കെ പറയേ. 16 U. ഒരു ഗ്രാം ആറ്റോമിക് മാസ് ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? 16 ഗ്രാം ആണ് കേട്ടോ. 16 ഗ്രാം. നമുക്ക് അറിയാം, ഒരു യു എന്ന് പറഞ്ഞാൽ എത്രയാ? 1.66 into kg. അത് നമുക്ക് ആവശ്യം വരും. അവിടെ നിൽക്കട്ടെ. അത് ഗ്രാമിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. 1 U ഗ്രാമിൽ എഴുതാണെങ്കിൽ 1.66 into 10⁻⁻24 ഗ്രാം വരും കേട്ടോ. ഓക്കെ, നമുക്ക് അവിടെ കിടക്കട്ടെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു, GAM കിട്ടാൻ എന്താ ചെയ്യണ്ടേ? എലമെന്റിന്റെ ആറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. എലമെന്റിന്റെ ആറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അതൊക്കെ പോവാ നമുക്ക്. പറഞ്ഞ കൂടെ 1 GAM ഓഫ് നൈട്രജൻ തീരുമാനാക്കി എത്രയാ? വേവേ പറയേ. 14 ഗ്രാം. ബോർഡിൽ വരുന്നത് തൽക്കാലം നോട്ടാണ് കേട്ടോ. ഇടപെടെ എഴുതി 1 GAM ഓഫ് നൈട്രജൻ എത്രയാ? 14 ഗ്രാം. 1 GAM ഓഫ് ഹൈഡ്രജൻ എത്രയായിരിക്കും? അപ്പൊ പറഞ്ഞു, 1 GAM ഓഫ് ഹൈഡ്രജൻ എത്ര ഗ്രാമാ? 1 ഗ്രാം കേട്ടാ. 2 ഗ്രാം ആക്കാറായിട്ടില്ല. എത്രയാ? 1 ഗ്രാം. ആൻലിയും സാനിയൊക്കെ മറ്റേ സെറ്റിന്റെ സാധനം കൊണ്ടുവന്നുണ്ടാ, നോട്ട് കൊണ്ടുവന്നുണ്ടാ, അവിടെ കൊണ്ടുവന്നുണ്ടാ. വീഡിയോ കണ്ടിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല. അവളോട് പറഞ്ഞല്ലേ നമ്മള്? ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞുതരാന്ന്. അപ്പൊ നോട്ടൊന്ന് ആ ടെക്സ്റ്റിലത്തെ കണക്കുകൾ എഴുതിട്ട് കൊണ്ടുവരുമോ എന്ന് വെച്ചാ നാളേക്ക് കൊണ്ടുവരുമോ? ചേച്ചിയോട് നാളെ തന്നെ പറഞ്ഞിട്ടാ പറയട്ടാ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പരീക്ഷ നീട്ടിയത്. എന്താ പരീക്ഷ കണ്ട പിള്ളേര് പരീക്ഷ എന്നാ ചോദിച്ചു തുടങ്ങി അവസാനം. നിങ്ങളുടെ അപ്പൊ നീ എഴുതണോട്ടോ, പരീക്ഷ എഴുതണോട്ടോ. അപ്പൊ കാര്യം ചെയ്യാം, നാളേക്ക് വെക്കാം. നാളെ അല്ല പറഞ്ഞു, ഇനി ഒരു ദിവസം. ഇനി എന്തിനീ A4 ഷീറ്റ് പരീക്ഷയ്ക്ക് വരുമ്പോ കൊണ്ടുവരണം. ഈ ടെക്സ്റ്റിൽ നമ്മൾ ചെയ്ത കണക്കുകൾ തന്നെ ചോദ്യം എഴുതണ്ട, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുമല്ലോ, ആ പഠിക്കുന്ന സാധനം കൊണ്ടുവന്നാ മതി. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. A4 അസൈൻമെന്റ് പോലെ എഴുതാനല്ല പറയുന്നത് കേട്ടോ. പേപ്പറിൽ എഴുതാൻ പറയണത് വേറൊന്നല്ല. എല്ലാ ദിവസവും ടിക്കറ്റ് ഉണ്ടാവില്ലേ? പഴയ സാധനം തന്നെ എഴുന്നള്ളിച്ച് കൊണ്ടിട്ട് കാര്യം ഉണ്ടാ. അതുകൊണ്ടാണ് പേപ്പറിൽ എഴുതാൻ പറയുന്നത്. അല്ലാതെ ബുക്കിൽ എന്താ ബുക്കിൽ ഒരു ഇതൊക്കെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു മാഷ് അല്ലേ? ഒരു ഇതൊക്കെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യില്ലേ? പ്രിപ്പയർ ചെയ്യോ? നാളെ വെക്കാട്ടെ എക്സാം, ഇനി നീട്ടി കൊണ്ടുപോണ്ട. അപ്പൊ സാനിയുടെ കഴിഞ്ഞിട്ടില്ലേ? ഇയാളുടെ എന്താ അയച്ചിട്ടുണ്ടോ? പക്ഷെ സാധനം കിട്ടിയാ? എഴുതിയാ സാധനം? ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് എഴുതാൻ പറ്റുമോ? എത്ര ഫുൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. 5 കയറി. അപ്പൊ 2 ക്ലാസ് കൂടിയിട്ടുള്ളൂ. അപ്പൊ എന്നിരുന്ന് കാണുന്നത്. എന്നിട്ട് നാളെ എന്തായാലും എഴുതി നോക്കും. അപ്പൊ നീ നാളേക്ക് എഴുതുമോ? ജസ്റ്റിന്റെ അടുത്ത് എന്തൊക്കെയോ അധികം ഇല്ല, കുറച്ച് കാര്യമുള്ളോ? ഈസിയായിട്ട് പഠിക്കാന്ന് പാടാം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നാളെ രാവിലെ എന്ത് വയ്ക്കാം? എക്സാം വയ്ക്കാം. നാളെ പോയി എത്ര മണിക്ക് എത്തിയാൽ മതി? 8 മണിയോടുകൂടെ എത്തിയാൽ മതി. 8 to എത്ര? 9. 1 hour എക്സാം മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? എന്ത് പറയാനാ വന്നേ? 1 GAM ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 1 ഗ്രാം. അത് കഴിഞ്ഞിട്ട് എന്തോ പറയാൻ വന്നല്ലോ. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്? ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം ആറ്റം. ഒരെണ്ണം കൂടെ വെറുതെ രസത്തിന് എഴുതാം. 1 GAM ഓഫ് കാർബൺ എത്ര വരിക? പറഞ്ഞേ. 1 GAM ഓഫ് കാർബൺ എത്ര ഗ്രാമാ? 12 ഗ്രാം. 1 GAM ഓഫ് കാർബൺ എത്രയാ? 12 ഗ്രാം. കുഴപ്പമില്ല. ബോർഡിൽ വരുന്നതിന് ഓട്ടാണ് കേട്ടോ. പതുക്കെ ഡെവലപ്പ് ചെയ്ത് പൊക്കോ.
ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്തായി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ആരെയാണ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തത്? എലമെന്റിന്റെ അറ്റോമിക് മാസിന് അല്ലെ. ഇനിയിപ്പോ എന്ത് ചെയ്യാം? എലമെന്റിന്റെ അല്ല, കോമ്പൗണ്ടിന്റെ ആര്? കോമ്പൗണ്ടിന്റെ എന്ത്? കോമ്പൗണ്ടിന്റെ എന്താ വരിക? മോളിക്കുലാർ മാസ് അല്ലെ. കോമ്പൗണ്ടിന്റെ എന്താ? മോളിക്കുലാർ മാസ്. ആ പേരെന്തായി? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്യൂൾ. കുഴപ്പമില്ലല്ലോ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മോളിക്കുലാർ മാസ് അല്ലെ, മോളിക്കുലാർ മാസ് ഓഫ് എ ആരാണ്? മോളിക്കുലാർ മാസ് ഓഫ് എ കമ്പൗണ്ട് എക്സ്പ്രസിന്റെ എന്താണ്? ഗ്രാം. മോളിക്കുലാർ മാസ് എന്തിൽ എക്സ്പ്രസ് ചെയ്യാനാ പറയുന്നത്? മോളിക്കുലാർ മാസ് എന്തിൽ എക്സ്പ്രസ് ചെയ്യാനാ പറയുന്നത്? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രാം മോളിക്കുലാർ മാസ് കിട്ടും, അല്ലെങ്കിൽ ഗ്രാം മോളിക്യൂൾ കിട്ടും. എതിർപ്പില്ലല്ലോ, ശ്രദ്ധിക്കും. അപ്പൊ ഈ പതുക്കെ പതുക്കെ തുടങ്ങാം. 1 GAM ഓഫ് നൈട്രജൻ എത്രയാ വരിക? നൈട്രജൻ എത്രയാ വരിക? പറയാൻ പറ്റുമോ? പറഞ്ഞോ. എന്ത് അല്ലെ സംശയം ഉണ്ടല്ലോ അവിടെ, പറഞ്ഞോളൂ. GAM അല്ല, GMM. വെരി ഗുഡ്. മാറ്റാൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഡെയിലി ചോദിക്കാട്ടോ, ഇതുപോലെ ഒന്ന് കറക്ഷൻ ഒക്കെ ചെയ്തോളാം. കിട്ടും. അപ്പൊ എന്താ? 1 GMM ഓഫ് ആരാണ്? നൈട്രജൻ. എത്ര ഗ്രാമാ? നൈട്രജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? നൈട്രജൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു അല്ലെ. നൈട്രജൻ എന്ത് ടൈപ്പ് മാറ്റാണ് അല്ലെ, എന്ത് ടൈപ്പ് മോളിക്കുലാർ? ഡൈ ആറ്റോമിക് ആണ്. എന്താണ്? ഡൈ ആറ്റോമിക് ആണ്. ആണോ? എക്സാമ്പിൾസിൽ എഴുതി നൈട്രജൻ എഴുതിയപ്പോ എങ്ങനെ എഴുതി? N2 എന്നല്ല എഴുതി. അപ്പൊ ഒരു നൈട്രജൻ എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? N2 അല്ലെ. പിന്നെ എത്ര നൈട്രജൻ ഉണ്ടായിട്ട്? 2 നൈട്രജൻ ഉണ്ട്. എത്ര നൈട്രജൻ ഉണ്ട്? അപ്പൊ ഇതിന്റെ മോളിക്കുലാർ മാസ് എത്ര വരിക? ഒരു നൈട്രജൻ എത്രയാ? 14. 2 നൈട്രജൻ എത്രയാ? 28. ആ 28നെ എന്തിൽ എക്സ്പ്രസ് ചെയ്യാം? അപ്പൊ 1 GMM ഓഫ് നൈട്രജൻ എത്ര ഗ്രാമാ? 28 ഗ്രാം. 1 GMM ഓഫ് ഹൈഡ്രജൻ എത്ര വരിക? 1 GMM ഓഫ് ഹൈഡ്രജൻ എത്ര വരും? 2 ഗ്രാം അല്ലേ. എത്ര ഗ്രാമ വരിക? 2 ഗ്രാം. 1 GMM ഓഫ് ഓക്സിജൻ എത്ര വരിക? 1 GMM ഓഫ് ഓക്സിജൻ O2 എത്ര ഗ്രാമാ? 32 ഗ്രാം. 1 GMM ഓഫ് നിങ്ങളൊരു കമ്പൗണ്ട് പറഞ്ഞേ നല്ലൊരു എലമെന്റ് പറഞ്ഞേ. ഏതാ? കാർബൺ. 1 GMM ഓഫ് കാർബൺ. കാർബൺ എത്ര തന്നെയാണ്? കാർബണിന്റെ ആറ്റം മോളിക്യൂളൊക്കെ എന്താണ്? സെയിം ആണ് അല്ലെ. അപ്പൊ എത്ര ഗ്രാമ വരിക? 12 ഗ്രാം. എത്ര ഗ്രാമ വരിക? 12 ഗ്രാം. 1 GMM ഓഫ് ഹീലിയം. പ്രാക്ടീസ് ചെയ്യുക. 1 GMM ഓഫ് ഹീലിയം എത്ര വരിക? ഹീലിയം എന്ത് ടൈപ്പ് മോളിക്യൂളാ? ഡയാറ്റോമിക് ആണോ ജസ്മിൻ? മോണോ ആറ്റോമിക് ആണ്. അപ്പൊ എത്ര വരിക? ഹീലിയത്തിന്റെ പേര് എത്രയാ? 4. ഇല്ലേ? ഹീലിയത്തിന്റെ പേര് എത്രയാ? 4. അപ്പൊ എത്ര ഗ്രാമാ? 4 ഗ്രാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഹീലിയത്തിന്റെ GAM എത്രയാ? ഹീലിയത്തിന്റെ GAM എത്രയാ? 6. 4 തന്നെയാണ് അല്ലെ. കാരണം അതിന്റെ ആറ്റം തന്നെയാണ് അതിന്റെ മോളിക്യൂൾ. ഇവിടെ ആരോ കുറവുണ്ടല്ലോ. ഇവിടെ അങ്ങോട്ട് പോയതാണല്ലേ. ആരും വരാത്തില്ലല്ലോ. കറക്റ്റാണല്ലേ. ആരില്ലല്ലോ. മറ്റേ കൊമേഴ്സിക്ക് അടിയുന്നല്ലേ. എന്താ കഥ? ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. കൂട്ടുകാരൻ അങ്ങോട്ട് പോണത് അങ്ങോട്ട് പോയിന്ന. എന്താ കാരണം? കോഴ്സ് ഒക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കട്ടെ. കൂട്ടുകാരൊക്കെ പല വഴിക്ക് പോകും. പിന്നാലെ പോയിട്ട് എന്ത് കാര്യം? ഇഷ്ടമായിട്ട് എടുക്കാണെങ്കിൽ കുഴപ്പമില്ല. ഏതാ? ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? 1 GMM ഓഫ് ഹീലിയം എത്രയാ? 4 ഗ്രാം. ക്ലിയർ അല്ലേ? അപ്പൊ 2 ഡെഫിനിഷൻസ് കൂടുതൽ പഠിക്കാൻ വന്നിട്ടുള്ളൂ. GAM GMM. ശ്രദ്ധിക്കുക. അടുത്തത് ഇത് വെച്ചിട്ട് നമുക്ക് 1-2 ചെറിയ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. കാൽക്കുലേറ്റർ വാങ്ങാൻ പറഞ്ഞിരുന്നു, പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടാ. ഇന്നേക്ക് അത്ര ആവശ്യമായിട്ടില്ല. കൊണ്ടുവന്നിട്ടുള്ള ഒരു സംബന്ധിച്ച് എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ സാധനം. ചേച്ചിയുടെ അനിയന്റെയൊക്കെ സാധനങ്ങൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. നാളേക്ക് സെറ്റ് ചെയ്യോ? 82 MS താഴെയുള്ള കാൽക്കുലേറ്റർ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. മനസ്സിലായ? അത് പറഞ്ഞ പേടിച്ചോ? ഇല്ലിങ്ങ എന്തായാലും പേടിക്കേണ്ടി വരും. അടുത്തത് ഇന്നിപ്പോ അത്ര വേണ്ടി വരില്ല. അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ എന്താണ്? എന്തായാലും കാൽക്കുലേറ്റർ വേണ്ടി വരും കേട്ടോ. വലിയ നമ്പറുകളൊക്കെ അടിക്കാനും അതേപോലെ പവറൊക്കെ അടിക്കാനൊക്കെ നമുക്ക് എന്താ ഈ സാധനം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിലേക്ക് അത് എന്തായാലും കൊണ്ടുവന്നോളൂ. എന്ത് കാൽക്കുലേറ്റർ കൊണ്ടുവരണം? മറ്റേ സയന്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, അവർ കാര്യം ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ടേ കുറച്ച് കണക്കുകളോട് ചെയ്ത് നോക്കാം. എഴുതിക്കോ. ഇല്ലുസ്ട്രേഷൻ 1.
അതിന് മുൻപ് ഒറ്റ കാര്യം കൂടെ ഒരു അത് ഫോർമുലയായിട്ട് പഠിപ്പിക്കണമെന്ന് വേദം മാഗ്നറ്റിൽ പഠിപ്പിക്കണം, അത് മതി. ശ്രദ്ധിക്കുക. ഇല്ലുസ്ട്രേഷൻ ഒരു പ്രോബ്ലം ആണ്, നോക്കാം. ചോദ്യം എഴുതുക. കാൽക്കുലേറ്റ് mass of, calculate subquestion 1, mass of 1.5 gram atom, 1.5 gram atoms of calcium, atoms of calcium, 1.5 gram atoms of calcium, ബ്രാക്കറ്റിൽ അറ്റോമിക് മാസ് എത്രയാണ്? 40 ആണ്. അറ്റോമിക് മാസ് എത്രയാ? 40 ആണ് കേട്ടോ. അറ്റോമിക് മാസ് എത്രയാ? 40. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഒരു സബ്ക്വസ്റ്റൻ കൂടി ഉണ്ടായില്ലേ, ഗ്രാം ആറ്റംസ് അല്ലെങ്കിൽ ഓരോന്നോരോന്ന് ചെയ്യാം അല്ലെ, അതെന്താണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കണോ? ഇതിലേക്ക് നമുക്ക് കടക്കാം. ഇതിന് മുൻപ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്നതാണോ, ഒന്നും പുതിയതൊന്നും അല്ല, ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഒരു മിഠായിക്ക് 10 രൂപയാണെന്ന് കരുതാം. മിഠായിക്ക് എത്ര രൂപ? 10 രൂപ. 3 മിഠായിക്ക് എത്ര രൂപയാ? എത്ര രൂപയാ? 30 രൂപ. ഈ കണക്ക് അറിയാലോ, സംശയം എന്താ? ഈ കണക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത്, ഒരു മിഠായിക്ക് 40 രൂപയാണെന്ന് കരുതുക. 4 മിഠായിക്ക് എത്ര രൂപയാണ്? 160 രൂപ അല്ലേ? 4 മിഠായിക്ക് എത്രയാ? 160 രൂപ. ഒന്നുകൂടെ നോക്കാം. 2 മിഠായിക്ക് 20 രൂപ. 6 മിഠായിക്ക് എത്ര രൂപ? 6 മിഠായിക്ക് എത്ര വരിക? 60 രൂപ അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? 3 മിഠായിക്ക് 18 രൂപ. 12 മിഠായിക്ക് എത്ര രൂപ? പതുക്കെ പറഞ്ഞാൽ മതി. ഇത് അറിയണവരൊക്കെ ഉണ്ടാവും, ഭാഷ പറഞ്ഞ ഇപ്പോഴും ഉണ്ടാവും. 3ന് 18. 3 മിഠായിക്ക് എത്ര രൂപ? 18 രൂപ. 12 മിഠായിക്ക് എത്രയാണ്? 72 രൂപ. പ്രശ്നം എന്താ? 3.5 മിഠായിക്ക് 19.7 രൂപ. 6.9 മിഠായിക്ക് എത്ര രൂപയാണ്? കാൽക്കുലേറ്റർ പഠിച്ചോ? എത്ര രൂപ? കാൽക്കുലേഷന്റെ പ്രശ്നമല്ല, ചെയ്തു നോക്ക്. അത് കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ പറഞ്ഞു. 3.5 മിഠായിക്ക് 19.7 രൂപ. അപ്പോ 6.9 മിഠായിക്ക് എത്രയാ? ആയതിനെന്താ പറയാ? ഞങ്ങൾക്ക് പ്രാന്തായെന്നാണ് ചോദിക്കുന്നത്. പ്രാന്തായതെല്ലാം ചെയ്തു നോക്ക്. ബേസിക് ആയിട്ടുള്ള സാധനമാണ്, ചെയ്തു നോക്കുക. ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഡിസ്കസ് ചെയ്തേ. ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ എന്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ പറഞ്ഞേ. മോളുടെ പേര് പറഞ്ഞു, ലെസൺ അല്ലെ? ലെസൺ എന്ന് പറഞ്ഞാൽ ലെസനോട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ പറഞ്ഞോ. ഇവിടുത്തെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 19.7 ഇൻറ്റു 6.9. പിന്നെ അത്ര ചെയ്താൽ മതിയോ? അവിടെ ചെയ്ത കണക്ക് അതന്നെ അവിടെ നോക്കിയോ. കറക്റ്റ് അവിടെ ചെയ്ത കണക്ക് ഇവിടെ അപ്ലൈ ചെയ്യും. എന്നതുപോലെ പറഞ്ഞാൽ മതി. അവിടെ 22 കിട്ടിയത് മനസ്സിലായോ? ഇല്ല, ഉണ്ട്, കൊണ്ടില്ല. എന്തെങ്കിലും പറയണി ഇത് മനസ്സിലായിട്ടില്ല. ഇല്ല, ഓക്കെ. അപ്പൊ അത് ശരിയാക്കണം. മാഷ എഴുതി അതിൽ വരാമോ? അടുത്ത ആൾ പറഞ്ഞേ, അല്ല് പറഞ്ഞേ, എടി ഓടിക്കുന്നു വിളിക്കാൻ പാടില്ല എന്ന് പറയാം. എന്നാലും മാഷൊരു സ്നേഹം കൊണ്ട് വിളിക്കുന്നത് കൂട്ടിയാൽ മതിട്ടാ. അടുത്ത ആൾ പറഞ്ഞേ, അല്ല് പറഞ്ഞേ, എന്നിട്ട് പറഞ്ഞോ. അത്ര വലിയ കാര്യമല്ലല്ലോ. 7 ഇൻഡു ചെയ്യാം. അവൻ ഇതിനെ ഡിവൈഡ് ചെയ്താ പോരെ, വ്യത്യാസമില്ലല്ലോ. ആണോടാ? ശരിയല്ലേ?
ഈ സാധനം പഠിക്കണം കേട്ടോ. ലെസൺ എനിക്ക് മനസ്സിലായോ? ലെസൺ ഇവിടെ നോക്കിയേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മിഠായിക്ക് 10 രൂപ, 20 മിഠായിക്ക് അല്ല 2 മിഠായിക്ക് എത്ര രൂപയാ? 20 രൂപ അല്ലെ? ആണോ? അതെങ്ങനെ ചെയ്യുന്നത് നമ്മള്? ഒരു മിഠായിക്ക് 10 ആണ്. അപ്പൊ 2 മിഠായിക്ക് എത്രയാ? ഒരു മിഠായിയുടെ വിലേനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. ഇനി ഇവിടെ എങ്ങനെ കിട്ടിയത് പോലെ? 3 മിഠായിക്ക് എത്ര രൂപയാ? 18 രൂപ അല്ലെ? അപ്പൊ എത്ര മിഠായിയുടെ വില ചോദിച്ചാണ്? 12 മിഠായിയുടെ വില ചോദിച്ചാണ്. അപ്പൊ നമ്മള് ആദ്യം എന്ത് കാണണം? ഒരെണ്ണത്തിന്റെ വില കാണണം. 3 മിഠായിക്ക് 18 രൂപ. അപ്പൊ ഒരു മിഠായിക്ക് എത്ര രൂപ? 3 മിഠായിക്ക് 18 രൂപ. അപ്പൊ ഒരു മിഠായിക്ക് എത്രയാ? അറിയില്ലേ? ഞാൻ മിഠായി മേടിക്കാൻ പോയിട്ട് അവിടെ വാങ്ങിട്ടിരിക്കോ? എത്രയാ? 6 രൂപ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. എങ്ങനെ അറിയാം? അത് ഒന്നല്ലെങ്കിൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ ആയിട്ടോ. ഈ 6 എങ്ങനെ കിട്ടിയേ? 3ന് 18 കൊണ്ടാണോ 18ന് 3 കൊണ്ടാണോ? 18ന് 3 കൊണ്ട് എന്ത് ചെയ്യാ? ഡിവൈഡ്. അറിയുന്ന കാര്യമാണ് അല്ലേ? 3 മിഠായിക്ക് 18 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഠായിയുടെ വില അറിയില്ലേ നിനക്ക്? ഒരു മിഠായിക്ക് എത്രയാ? 6. അതെങ്ങനെ കിട്ടണേ നമ്മള്? 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ അപ്പൊ ഒരു മിഠായിയുടെ വിലയില്ലേ നമുക്ക്? ഇവിടെ ഒരു മിഠായിയുടെ വില. ഇനി എത്ര മിഠായിയുടെ വില ചോദിച്ചാണ്? അപ്പൊ ഈ ഒരു മിഠായിയുടെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 72 കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായിടാ? എനിക്ക് ഇവിടെ കിട്ടിയ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം എങ്ങനെ ചെയ്യാം? നേരിട്ട് അടിക്കാം. നീ പറഞ്ഞു വന്നത് ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആണ്. അതുപോലെ അപ്പൊ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ? 12 ഇൻറ്റു വായിക്കേ 6 അല്ല 12 ഇൻറ്റു 18 ഡിവൈഡ് ബൈ എത്രയാ? 3. 12 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എത്രയാ? 3 അല്ലേ? അപ്പൊ എന്താ? 18 ബൈ 3 എത്ര മിഠായിയുടെ വിലയായി? ഒരു മിഠായിയുടെ വിലയായി. ഇൻറ്റു എന്ത് വന്നു? 12 വന്നു. അപ്പൊ എത്ര മിഠായിയുടെ വില കിട്ടും? 12 മിഠായിയുടെ വില കിട്ടും. കിട്ടിയോ? ഉറപ്പല്ലേ? അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, ലെസൺ തന്നെ പറഞ്ഞേ. ബുദ്ധിമുട്ടിക്കാൻ തോന്നിരിക്കോ? നാളോട്ട് ക്ലാസ്സിന് 9.9 ഒരു 8.9 ഇവിടെ. ഇതിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞു? ഉത്തരം എത്രയാ? അതേ റൂട്ടിൽ പിടിച്ചോ, അപ്പൊ കിട്ടും. 9.9 ഇൻറ്റു 8.9 ഡിവൈഡ് ബൈ എത്രയാ? 4. സെറ്റ് ആയില്ലേ? അത് കൺഫ്യൂഷൻ ഇല്ല. എങ്ങനെയാ അൺനോൺ ഫിഗർ കിട്ടണമെന്നുള്ള മനസ്സിലായില്ലേ? പിടികിട്ടിയോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പെട്ടെന്ന് പോയിന്റിൽ വരുമ്പോൾ സ്റ്റക്ക് ആവുന്നതേ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക. 1-2 കൂടെ നോക്കാം. ഇനി ഇതിന്റെ വേറെ വേരിയേഷൻസ് നോക്കാമോ? ശരിയല്ലേ? സംശയം അനാമിക്ക് മനസ്സിലായ മിഠായികൾക്ക് പ്രശ്നമില്ലല്ലോ. നോക്കാം. അടുത്തത് എത്രയാങ്ങട് മിഠായിക്ക് 12 രൂപ? അറിയില്ല. എത്ര മിഠായിക്കാണ് 12 എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, 8 മിഠായിക്ക് 160 രൂപയാണ് വെറുതെ. അപ്പൊ 12 എന്ന് പറയുന്നത് എത്ര മിഠായിയുടെ വിലയാണ്? ചോദ്യം മനസ്സിലായില്ലേ? മനസ്സിലായില്ല? മനസ്സിലായോ? എത്ര മിഠായിക്കാണ് 12 രൂപ എന്നുള്ളത് നമുക്ക് അറിയില്ല. 8 മിഠായിക്ക് എത്ര രൂപയാ? 160. അപ്പോ അവിടെ ക്വസ്റ്റ്യൻ മാർക്കിട്ട് അവിടെ എത്രയാണ് നമ്പർ വരിക? പറയാൻ പറ്റും? ചോദ്യം പിടികിട്ടിയ ക്വസ്റ്റ്യൻ മാർക്കിട്ട് കൊടുത്ത് എത്ര ഉണ്ട്? കണക്ക് പറഞ്ഞാൽ നമ്പർ പറയണം. എന്താ ചെയ്യണ്ടേ? പറഞ്ഞേ എൽസ, പറഞ്ഞ എൽസ എന്താ ചെയ്യാൻ പറ്റാ? മുകളിൽ 160 ബൈ 8 ഒരെണ്ണം കിട്ടുമോ? 160 ബൈ 8. അപ്പൊ പറഞ്ഞു 160 ബൈ 8 പ്രശ്നം മനസ്സിലായില്ലേ? ആണോ?
കണ്ടുപിടിക്കണ. നിങ്ങൾ 10ൽ ഉള്ള A+ ഒക്കെ മേടിച്ച് A+, മാത്സിൽ A+ ആൽബർട്ട് പറയാൻ തുടങ്ങി അല്ലേ? അതാണ് മനസ്സിലാക്കി. ഒന്ന് കണ്ടുപിടിക്ക്. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം അല്ലേ? ചോദ്യം തരുന്ന ഒറ്റം 20 ആണോ? 20 മിഠായിയുടെ വിലയാണോ 12? 8 മിഠായിക്ക് എത്രയാ? 160 ഉണ്ട്. പിന്നെ 20 മിഠായിക്ക് ആകെ 12 ഉള്ളൂ. അങ്ങനെ ശരിയാവോ? അതോടെ നോക്ക്. ഏതാ? ഒരു മിഠായിക്ക് 20. അപ്പൊ എന്റെ ചോദ്യം ഇതാ, 12 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും? വിശദമായി സെർച്ച് നടത്തിക്കോ. പേര് ഗസാന്നല്ലേ? ജെസ്സയാണല്ലേ? ജെസ്സേ. ഓക്കെ. എന്റെ വീടിന്റെ മുന്നിലെ എന്റെ വീട് പേര് കിടക്കുന്നില്ല. ജെസ്സേ. എനിക്ക് എന്നാന്ന് കരുതി ചെയ്യാണ് ചെയ്യാണല്ലേ? ചെയ്ത് നോക്ക്. അവൾക്ക് നാണായ അവൾക്ക് ഉത്തരം കൊണ്ട്. ഇവിടെ മിഠായി കണക്കാ ചോദിക്കണേട്ടാ. ഓ കണക്കേട്. 0.6 അറിയില്ല. 0.6 നോക്കാം. ശരിയാവും. സമ്മാനം പ്രഖ്യാപിക്കും. ഒരു സമ്മാനം കൊടുക്കണ്ടല്ലോ. ഒരു 30 കൊടുക്കാല്ലേ? മറന്നു. എന്ന് പഠിച്ചോണ്ടെന്നുണ്ട്. 500 മയത്തിലൊക്കെ കൊടുക്കണ. ഇത് മറന്നു ഞാൻ. മോശമായി. ഓർമ്മയിലുണ്ട്. ഞാൻ ആ പേഴ്സ് എടുക്കാൻ മറക്കണ കാരണം. എന്താ നമുക്ക് ബസ് ചെയ്തേ ആൾക്കാർ പറഞ്ഞല്ലേ? സമ്മാനം പ്രഖ്യാപിക്കാം. 10 രൂപ തരാം. മാഷ് കറക്റ്റ് ഉത്തരം പറയും. 0.6 ആര് ബുക്ക് ചെയ്തിട്ടുണ്ട്? ആൽബർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ശരിയാവണട്ടോ. അല്ലെങ്കിൽ നമുക്ക് മറ്റേത് ചെയ്യുമ്പോ ആകെ കുളവും. കോൺസെപ്റ്റ് ഒക്കെ ചെയ്യുമ്പോ ആകെ കുളവും. ഇതൊന്നും ശരിയാക്കിയെടുക്കാം. എങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും? ഉത്തരങ്ങൾ പറയേ. പറയും. ഒരു ഉത്തരം പറഞ്ഞേ. ഉത്തരല്ലേ? 160 രൂപയ്ക്ക് 8 മിഠായി കിട്ടും. അപ്പൊ 12 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടുന്ന ചോദ്യം. ഉത്തരമില്ല. 0.6 നമുക്ക് ചെയ്തു. ഇത് കൊടുക്കണില്ല. ജെസ്സേ പറയൂ. 0.6 വേറെ ഉത്തരങ്ങള് അല്ലെങ്കിൽ ഉത്തരം ഒന്നില്ലേ? എല്ലാവരും 0.6 വന്നാണ്. ആൽബർട്ടിന് കാശ് പിടിച്ചു. വെരി ഗുഡ്. ശരിയാണോ നോക്കട്ടെ. ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇതിന്റെ കണക്ക് എന്താ രീതിയില്? എൽസ പറഞ്ഞു 160/8 പറഞ്ഞു അല്ലെ? ഈ 160/8 ചെയ്യുമ്പോ എന്താ കിട്ടുക? 1 മിഠായിയുടെ വിലയാണ് കിട്ടുക. അത് പറഞ്ഞ് ശരിയാണ് അല്ലെ? ഇവിടെ 12 മിഠായി ആണോ? അല്ല, 1 മിഠായിയുടെ വിലയാണ് കിട്ടുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 12 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇങ്ങനെ ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. പക്ഷെ നേരത്തെ നമ്മൾ എങ്ങനെ ചെയ്തേ? 6 മിഠായിക്ക് 10 രൂപ. അപ്പോ 12 മിഠായിക്ക് എത്ര രൂപ? ഇതെങ്ങനെ ചെയ്തേ നമ്മള് അല്ലെ? ഇതെങ്ങനെ ചെയ്തേ? റീഡ് ചെയ്തേ. 12 × 10/6 ആണോ? ഇതേ മെക്കാനിസം തന്നെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഏത് വാല്യൂ മിസ്സായാലും ഈ സാധനം ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യാം? ഇവിടെ മിസ്സായിട്ടുള്ള വാല്യൂ ഇതല്ലേ മക്കളെ? ആണോ? അപ്പൊ ഈ വാല്യൂടെ കിട്ടാനായിട്ട് എന്താ ചെയ്യണ്ടേ? 2 നമ്പറുകൾ കണക്ഷൻ ഉള്ളത് ഏതൊക്കെയാ? 12ഉം 8ഉം. അത് രണ്ടും എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. ആ 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്താ വരിക? 12 × 8 അല്ലേ? ബൈ ഒറ്റയ്ക്കുള്ള നമ്പർ. ഇവിടെ ആളുണ്ടാ? ഇവിടെ അല്ലേ ആളുള്ളൂ? അപ്പൊ എത്രയാ? 160. 160. അപ്പൊ 8 160 എത്ര തവണയാണ്? 20 തവണയാണെന്നാണ് എന്റെ ഒരു അറിവ് അല്ലെ? 12/20 എത്ര വരും? 0.6 തോന്നും. ആണോ? 12/20 6/10 അല്ലേ വരിക? 10 തരാൻ പറ്റും. കറക്റ്റ് ആണ്. 0.6. പ്രശ്നമില്ലല്ലോ. ഐഡിയ മനസ്സിലായോ? രസനിക്ക് മനസ്സിലായോ? അനീപിടിയോ? ഇല്ല, മനസ്സിലായില്ല. തേർഡ് പിടിയിട്ടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യണത്? സത്യത്തില് 8/160. 8/160 എന്ന് പറഞ്ഞാൽ 1 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടുന്നുള്ള കണക്കാ. 160/8 എന്താ? ഒരു മിഠായിയുടെ വില. 160/8 എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു മിഠായിയുടെ വില 8/160 എന്താ? എന്താ 8/160? ഒരു രൂപയ്ക്ക് കിട്ടുന്ന പറയേ, 1 രൂപയ്ക്ക് കിട്ടുന്ന മിഠായികളുടെ എണ്ണം ആണോ? മക്കളെ 8 മിഠായിക്ക് 160 രൂപ. അപ്പൊ ഒരു മിഠായിയുടെ വില എത്രയാ? അത് പറയാൻ പറ്റുമോ? സോറി, ഒരു മിഠായിയുടെ വില അല്ല, വീണ്ടും തെറ്റിക്കണ ഭാഷ. 1 രൂപയ്ക്ക് എത്ര മിഠായി കിട്ടും? അങ്ങനെയാണ് ചോദ്യം വരുന്നത്. പിടികിട്ടിയാ? അതാണ് എന്ത്? 8/160. മനസ്സിലാവുണ്ട? 8/160. അതിനെ 3 മൾട്ടിപ്ലൈ ചെയ്തു, 12 കൊണ്ട്. അപ്പൊ 1 രൂപയ്ക്ക് കിട്ടുന്ന മിഠായിയുടെ എണ്ണത്തിന് എത്ര ഡിവൈഡ് ചെയ്തു? 12 സോറി, ഡിവൈഡ് അല്ല, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 രൂപയ്ക്ക് കിട്ടുന്ന മിഠായികളുടെ എണ്ണം കിട്ടും. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക, പതുക്കെ ഡെവലപ്പ് ചെയ്യേണ്ട, തിരക്ക് കൂട്ടേണ്ട ആരും. ഇപ്പൊ ആർക്കും തോന്നണ്ടാ എന്ത് ഈ മിഠായിയുടെ കണക്ക് പറഞ്ഞു നിൽക്കണേ. ആ സാധനം വേണ്ടോ, ശരിയാവില്ല. അവസാനം ഗുലുമാല. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ലീനിയർ റിലേഷൻഷിപ്പ് സോൾവ് ചെയ്യാന്നുള്ളത്. ഇനി എക്സ് ഇവിടെ 16 ഇട്ടു മാഷ്, കുഴപ്പമില്ലല്ലോ. ഇവിടെ റാൻഡായിട്ട് നമ്പർ ഇട്ടാണ് മാഷ്. ഇവിടെ 22 ഇട്ടു, ഇവിടെ 34 ഇട്ടു. ആ എക്സിന്റെ ഉത്തരം എത്രയാ പറഞ്ഞത്? ഇനിയിപ്പോ എവിടെ വന്നാലും ഇത് സിസ്റ്റം ഉണ്ടോ? അപ്പൊ എത്രയാ വേഗം പറഞ്ഞേ? 22 ഇൻറ്റു 16 കറക്റ്റ് ആണ്, കിട്ടില്ല. ഇനി ഇത് പറഞ്ഞേ 32ന് 43. അങ്ങനെയാണെങ്കിൽ 54 എത്രയാ പറഞ്ഞേ? ഇവിടുത്തെ കാര്യം എന്താ വരിക പറഞ്ഞേ? 32 ഇൻറ്റു 54 ബൈ എത്രയാ? 43. പ്രശ്നമുണ്ടാ? 18ന് 19 എത്രയാന്ന് അറിയില്ല. 26 53 എത്രയാ പറഞ്ഞേ? 53. എല്ലാരും പറയണ്ട, ട്രാക്കിലേക്ക് വന്നാൽ കണക്ക് ചെയ്യാൻ നോക്കാം. 53 ഇൻറ്റു 19 ബൈ 26. സെറ്റായ അതിനി തെറ്റിക്കില്ല. ഈ സാധനം അറിയാന്നുണ്ടെങ്കിൽ ഈ പാഠം ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്പർ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. മോൾ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോ ഈ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫോർമുല വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. നമ്മളെ ഒരു മാത്സ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ ചെയ്താൽ ശ്രദ്ധിക്കാം. ഈ പ്രോബ്ലം ആണ് ചെയ്യാം. കാൽക്കുലേറ്റ് എന്താ പറഞ്ഞേ? മാസ് ഓഫ് 1.5 gram atoms of calcium. എഴുതാൻ പറ്റും. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക. 1.5 gram ആറ്റം കാൽസ്യത്തിന്റെ മാസ് എന്താണ്? 1.5 gram ആറ്റം കാൽസ്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ എന്ത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു കാര്യം അറിയാം. എന്താ? 1 gram atom of calcium പറഞ്ഞേ എത്ര ഗ്രാമ? കാൽസ്യത്തിന്റെ ഒരു GAM എത്രയാണ്? പറയ എന്താ GAM? എന്താ GAM? ഡെഫിനിഷൻ പറഞ്ഞേ. ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അപ്പൊ പറഞ്ഞേ കാൽസ്യത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 40. നമ്മൾ ഇന്നലെ പഠിച്ചാണ്. ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ? കാൽസ്യം ആഡ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ വരുമ്പോ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യട്ടോ. 40. അതിന് എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ എത്ര വരിക പറഞ്ഞ മക്കളെ? 40 ഗ്രാം. എതിർപ്പില്ലല്ലോ. അപ്പൊ 1 ഗ്രാമാറ്റം കാൽസ്യത്തിന്റെ മാസ് എത്രയാണ്? പറയേ 40 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഇവര് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എന്താ ചോദിച്ചാണ്? 1.5 gram ആറ്റം. 1.5 gram ആറ്റം ഓഫ് കാൽസ്യം. മിഠായി കണക്കല്ലേ, തിരക്കൂട്ടല്ലേ? ഒരു മിഠായിക്ക് എത്ര രൂപ? 1.5 മിഠായിക്ക് എത്ര രൂപ? ഇത്രയേ ഉള്ളൂ. ആ കണക്കൊന്ന് പറയണം. 60 നോക്കിയേ, നമുക്ക് ആ കണക്ക് വേണം. ഈ കണക്ക് വരണം എന്താ പറയുക? ഈ 60 പറഞ്ഞപ്പോ പറയണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഈ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്പറുകൾ വരുമ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടോ. നേരത്തെ 19.7 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റക്കായി പെട്ടെന്ന് അല്ലേ? അതുകൊണ്ട് ഓർഡർ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെ ആവുന്നതിലേക്ക് എത്തി? ഏത് ബൈ ചെയ്ത് 40 ഇൻറ്റു എല്ലാവരും പറയണ 40 ഇൻറ്റു 1.5 ബൈ 1. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ഈ 60 ഗ്രാം കിട്ടുന്നത്. അപ്പൊ
അപ്പൊ 1.5 ഗ്രാം ആറ്റം കാൽസ്യത്തിന്റെ ഭാരം എത്രയാണ്? 60 ഗ്രാം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? മിഠായി കണക്കൊക്കെ അല്ലേ, പ്രശ്നമില്ലല്ലോ. എത്ര വാല്യൂസ് വരും അവിടെ? 4 സെക്ഷൻ വരുന്നത് അല്ലേ? അതിൽ ഏത് മിസ്സായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാനായിട്ട് പറ്റണം. അത്രയേ ഉള്ളൂ. ആ മിഠായിക്ക് പകരം എന്ത് വരുന്നു മാത്രം? ഗ്രാമാറ്റവും ഗ്രാം മോളിക്യൂളും, കുറച്ച് കഴിഞ്ഞാൽ മോള്, വോളിയം, പിന്നെന്താ മോളിക്കുലർ വെയിറ്റ്, അങ്ങനെയുള്ള സംഗതികൾ വരുന്നത് മാത്രം. അപ്പൊ ഇത് ഭംഗിയായിട്ട് അവസാനിച്ചു. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം കഴിഞ്ഞിട്ട് അതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സബ് ക്വസ്റ്റ്യൻ മാഷ് മോളിൽ എഴുതുന്നുണ്ട്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, gram atoms in 12.8 gram of oxygen. Gram atoms in 12.8 gram of oxygen. ഈ ചോദ്യം എഴുതി അവസാനിപ്പിക്കണം. മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത് മാഷ് ക്ലാസ് എടുക്കുന്നത്. 2ാം ക്ലാസ്സിൽ ഒന്നും അറിയാത്ത ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാലും കെമിസ്ട്രി നമുക്ക് +1 തൊട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ ബേസിലാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും. അപ്പൊ ചിലപ്പോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? സമാധാനത്തോടുകൂടി ഇരിക്കുക. ബാക്കിയുള്ളവര് ഒന്ന് പുറകിലാണെങ്കിൽ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ചോദ്യം മാറ്റുണ്ട്. അതൊരു കാര്യം ചെയ്തോ, തന്നെ ചെയ്തോ. ഗ്രാം കാൽക്കുലേറ്റ് മുന്നേ എഴുതിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് gram atoms in 12.8 gram of oxygen. 12.8 ഗ്രാം ഓക്സിജനിലുള്ള ഗ്രാം ആറ്റംസ് കണക്കാക്കാനാണ് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, മനസ്സിലായോ? 12.8 ഗ്രാം ഓക്സിജനിലുള്ള ഗ്രാം ആറ്റംസിന്റെ എണ്ണം കണക്കാക്കാനാണ് പറയുന്നത്. തന്നെ ചെയ്ത് മിഠായി കണക്കാണ് ഇത്. മാഷ് ചെയ്തതിന്റെ കാര്യം നിങ്ങൾ ശരി ഉത്തരം പറയേണ്ടതാണ്. ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കി. എത്ര ഗ്രാം ആറ്റം ഉണ്ടാവും? ആ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചോളൂ. പറയാം. ഒരു കാര്യം ചെയ്തേ, ഒരു മിനിറ്റ് തന്നെ ചെയ്യണ്ട. ഒരൊറ്റ സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. ഗ്രാം ആറ്റംസിൽ 12.8 ഗ്രാം ഓക്സിജൻ അല്ലെ ആണോ? നമുക്കറിയാം, എന്തറിയാം? ഒരു GAM ഓഫ് ഓക്സിജൻ എത്രയാ? എത്ര ഗ്രാമാ? 16 ഗ്രാം. എതിർപ്പില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലം തിരിച്ചൊന്നും എഴുതരുത് ഇതിന്. എങ്ങനെ? ഇപ്പൊ നമുക്ക് ഉറപ്പാണ് 16 ഗ്രാം ഓക്സിജൻ. ശ്രദ്ധിക്കുക, 16 ഗ്രാം ഓക്സിജൻ ഈക്വൽ ടു 1 GAM. എതിർപ്പുണ്ടോ? അല്ല വ്യത്യാസം ഉണ്ടോ? തിരിച്ചു കിട്ടുന്നത് മാത്രമാണ്. ഇവിടെ എത്രയാണ് ചോദിച്ചാണ്? 16 ഗ്രാം ഓക്സിജൻ എത്ര GAM? 1 GAM. അപ്പൊ ഇവിടെ എത്ര ചോദിച്ചേ? 12.8 ഗ്രാം. Therefore 12.8 ഗ്രാം ഓക്സിജൻ എത്ര GAM ആണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചെയ്യാനുള്ള പൈലി കുറച്ചുകൂടെ ആ ഫോർമാറ്റ് പറഞ്ഞല്ലോ, എഴുതാൻ പറ്റില്ല. ഫോർമാറ്റ് പറഞ്ഞു ഉത്തരം ചെയ്യാൻ. പറഞ്ഞ പറ. 12.8 ഇൻറ്റു 1/16. എതിർപ്പുണ്ടോ? ഈസി അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് എന്തിനാ ഭാഷ തിരിച്ചെഴുതിയ? അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കുക. തിരിച്ചെഴുതിയില്ലെങ്കിലോ ഇവിടെ ശ്രദ്ധിക്കട്ടാ. 1 GAM ഓഫ് ഓക്സിജൻ എഴുതണ പ്രസന്റേഷനിൽ വ്യത്യാസം വരികയാണ്. 16 ഗ്രാം. ഇവിടെ എത്ര ചോദിച്ചാണ് അവര്? 12.8 ഗ്രാം. അവിടെ ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞേ. ഇവിടുത്തെ മിസ്സാവണ വാല്യൂ എങ്ങനെ കിട്ടുക? പറഞ്ഞേ. 12.8 ഇൻറ്റു 1/16. അതിലൂടെ കിട്ടി. അതിന് ചെയ്യാം. പക്ഷെ അത് ഇങ്ങനെ എഴുതുമ്പോൾ ഭംഗിയുണ്ട ഇല്ലല്ലോ. ഭംഗി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് നമ്മൾ വെയിറ്റ് തരുമ്പോൾ അത് എടുത്ത് എഴുതി അപ്പുറത്തേക്ക് എഴുതി എന്നിട്ട് ഇവിടെ ചെയ്തു. അപ്പൊ കുറച്ചുകൂടെ കിട്ടി. അപ്പൊ എത്ര കിട്ടി? 0.8 0.8 യൂണിറ്റ്. 0.8 എന്താ യൂണിറ്റ്? എന്താ എഴുതണ്ടേ? ഗ്രാം. പറയ്. 0.8 എന്താ? ഒക്കെ പറഞ്ഞേ. 0.8 ഗ്രാം ആറ്റാണ്. 0.8 ഗ്രാം ആറ്റം. കണക്ക് മനസ്സിലായ? പുതിയത് എന്തെങ്കിലും പഠിച്ചിട്ട് എത്ര നേരമായിട്ട്? പുതിയത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാ? ഇല്ല കേട്ടോ, പുതിയതൊന്നും പഠിച്ചിട്ടില്ല. ഇതൊക്കെ എവിടെ പഠിച്ചിട്ടുള്ളതാണ്? 10ൽ പഠിച്ചിട്ടില്ല. മാഷ്ക്ക് അറിയാം. അതൊക്കെ നമ്മൾ കുറെ ചെയ്ത് മറിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതിനെ പക്ഷെ നിസാരവൽക്കരിക്കരുത്. നിസാരവൽക്കരിച്ചാൽ മാർക്ക് പോകും. അത് ഈ നാളെ പരീക്ഷ എടുക്കുമ്പോൾ അറിയാം. നാളെ പരീക്ഷ എടുക്കുമ്പോൾ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല?
ഓർമ്മയില്ല ഒക്കെ പറഞ്ഞു അല്ലേ? എത്രക്ക് പേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്? 25-ൽ 21 22 പേടിക്കണ കാര്യമാണോ പറഞ്ഞേ? അല്ല. എത്ര പേടിക്കണ കാര്യം പറഞ്ഞേ? 25. അത് എല്ലാ പാഠത്തിലും അത് പേടിക്കല് നടക്കുമോ? ഇല്ല. മാഷ് അങ്ങനെ അവകാശപ്പെടുന്നു. ഏത് പാഠത്തിൽ മാത്രം? സെറ്റില് മാത്രം കേട്ടോ. മറ്റേത് മാഷ ചലഞ്ച് വയ്ക്കില്ല, ചിലപ്പോൾ നടപടിയാവില്ല. പറ്റണ ചലഞ്ച് ചെയ്യാമോ? അത് എന്തിനാത് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയാട്ടാ. നമുക്ക് നോക്കാം, പേപ്പർ നോക്കിയിട്ട് പേര് നോക്കിയിട്ട് ശ്രമിക്കാം. ക്ലിയർ? അപ്പൊ ഇത് സെറ്റായി. അടുത്ത എഴുതാം. അടുത്ത ഇല്ലസ്ട്രേഷൻ 2. അല്ലെങ്കിൽ ഒരു കാര്യം അതൊക്കെ ഒരുമിച്ച് വരുന്ന ചോദ്യം. അപ്പൊ അങ്ങനെ ചെയ്യണം. എഴുതാം. കാൽക്കുലേറ്റ്. ഇത് വാങ്ങിട്ടെ. കാൽക്കുലേറ്റ്. Calculate the gram molecular mass of sugar. Calculate the gram molecular mass of sugar. Calculate the gram molecular mass of sugar. അതെന്താ സാധനം? ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് വായിച്ചിടാം മക്കളെ. GMM. GMM എണ്ണം കാണാം. Of sugar. Gram molecular mass of sugar having molecular formula. Sugar having molecular formula. C12 H22 O11. ഇതാണ് സബ് ക്വസ്റ്റ്യൻ 1. ഇനി അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. അത് 3 ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കും. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 0.5 gram molecule of 0.5 gram molecule of sugar. Third sub-question. Gram molecule of sugar. Gram molecule of sugar in 547.2 gram. ഇത്രയും ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് വന്ന് കിടക്കുന്നത്. ഓക്കെ, ഓരോന്നോരോന്നെ ചെയ്യും. ആദ്യം എന്താ ചെയ്തേണ്ട അവര്? കാൽക്കുലേറ്റ് ദ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് എ ഷുഗർ ഹാവിംഗ് മോളിക്കുലർ ഫോർമുല. അപ്പൊ ഈ ഫോർമുലയിലുള്ള സാധനത്തിന്റെ എന്താ ചോദിച്ചേണേ? ഗ്രാം മോളിക്കുലർ മാസ് കാണാനാ പറഞ്ഞത്. ഗ്രാം മോളിക്കുലർ മാസ് എങ്ങനെയാ നമ്മൾ കണക്കാക്കുക? ഗ്രാം മോളിക്കുലർ മാസ് എങ്ങനെ കണക്കാക്കുക? മോളിക്കുലർ മാസിനെ പറയുന്നവര് എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുക. മോളിക്കുലർ മാസിനെ എന്തിൽ എക്സ്പ്രസ് ചെയ്യുക? അപ്പൊ ആദ്യം എന്ത് വേണം? ഈ ഷുഗറിന്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാനുള്ളത് വേണ്ടത്. അപ്പൊ എന്ത് വേണം? ഇതിന്റെ എന്ത് വേണം പറഞ്ഞോ? ഇതിന്റെ മോളിക്കുലർ മാസ് വേണം. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? മോളിക്കുലർ മാസ് ഓഫ് ഷുഗർ അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് ആ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ചെന്ന വേഗം. എന്തായാലും നമ്മൾ സെറ്റ് ചെയ്താണ്. ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ച് അറിയുന്ന കാര്യമാണ്. പതുക്കെ ഡെവലപ്പ് ചെയ്യാം. ഒറ്റടിക്ക് ചാടി കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോ കുറെ പേര് എന്താ അടിതെറ്റി വീഴും. വേഗാവട്ടെ. ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. എങ്ങനെയാ? ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായി. ആ പ്രസന്റേഷനിൽ 12 വീതം എത്ര കാർബണാ? 12 കാർബൺ പ്ലസ് 1 വീതം എത്ര ഹൈഡ്രജനാ? 22 ഹൈഡ്രജൻ പറയേ പ്ലസ് ഓക്സിജൻ എത്ര വീതം? 16 വീതം 11. ഈ ഒരു റെപ്രസെന്റേഷൻ ചെയ്യുന്ന നന്നായിരിക്കും കേട്ടോ. എത്ര കിട്ടിയടാ മക്കളെ? കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ നമ്മളെ. 142 അല്ല 142 ആണോ? അല്ല 144 22 16 11 എത്രയാ? 171 176 176 എല്ലാം കൂടെ കൂട്ടുമ്പോ മാഷക്ക് അറിയാം 142. ഈ 342 യൂണിറ്റ് എന്താണല്ലേ? ഈ 342 യൂണിറ്റ് എന്താണല്ലേ?
യു ആണല്ലേ, വെരി ഗുഡ്. നന്നായി ഫോളോ ചെയ്യുക കേട്ടാ. യു കഴിഞ്ഞ കൊല്ലത്തെ ഭേദമുണ്ട്. 142 യു കുഴപ്പമില്ല. ഇനി ധൈര്യമായിട്ട് ഇതിന്റെ എന്ത് എഴുതാം? therefore 1 GMM of sugar. എങ്ങനെയാ GMM കാണുക? ഒന്ന് പറഞ്ഞേ, എന്താ GMM? എന്തിനെ? മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. മോളിക്കുലാർ മാസ് കണ്ടെത്തി അല്ലേ? എത്രയാ? 342. അതിന് എന്തിൽ എഴുതാ? ഗ്രാമിൽ എഴുതാം. അപ്പൊ എന്താ? 342 ഗ്രാമാണ് ഒരു GMM ഓഫ് ഷുഗർ. ബുദ്ധിമുട്ടില്ലല്ലോ? ആലിയുടെ കണ്ണുകളിൽ സംശയം നേരിച്ച് കിടക്കുന്നുണ്ടല്ലോ. ചോദിച്ചോ? ഇല്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇവിടത്തെ അടുത്തേക്ക് കിടക്കാം. ചോദ്യം വായിക്കും. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് 0.5 ഗ്രാം മോളിക്യൂൾ ഓഫ് ഷുഗർ. തന്നെ ചെയ്യാവുന്നല്ലോ. 1 ഗ്രാം മോളിക്യൂളിന്റെ വെയിറ്റ് കിട്ടി എത്രയാ? 142. അപ്പൊ 0.5 ഗ്രാം മോളിക്യൂളിന്റെ വെയിറ്റ് ചോദിച്ചാണ് അല്ലെ? ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കട്ടെ മാഷെ, എന്നിട്ട് ആൻസർ പറഞ്ഞു. ഒരെണ്ണത്തിന്റെ വെയിറ്റ് കിട്ടിയിട്ട് അപ്പൊ 0.5 ഗ്രാം മോളിക്യൂളിന്റെ വെയിറ്റ്. അപ്പൊ എങ്ങനെ പ്രസന്റ് ചെയ്യാന്നുള്ളത് നോക്കണ്ട. പ്രസന്റേഷൻ കൂടെ ഭംഗിയാക്കാൻ നോക്കും. ആരംഭിക ഫോളോ ചെയ്യണ്ട. മുന്നത്തെ ക്ലാസ് ഒന്നും കിട്ടേണ്ട കാര്യമില്ല. ഫോളോ ചെയ്ത് വരണം. പണി ലാസ്റ്റ്. ഉള്ള വീട് എവിടെയാ? വെളുപ്പായ വീട്. വീട് തിരൂര. എന്തായി? നടപടിയായോ? കിട്ടിയ ആൻഡ്രോസേ? കിട്ടിയോ? കിട്ടിക്കൊണ്ടിരിക്കണു. കിട്ടി. ആദ്യം 1 ഗ്രാമിന്റെ വെയിറ്റ് എഴുതാം അല്ലെ? നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം. എന്താ? ഈ കേസില് 1 GMM ഓഫ് ഷുഗർ എത്രയാ? 342 എന്ത് ഗ്രാം. therefore ഇവര് എത്ര GMM ചോദിച്ചാണ്? 0.5 ഗ്രാം മോളിക്യൂൾ അല്ലേ? അപ്പൊ 0.5 ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ് ആണെന്നുള്ള കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ 0.5 GMM ഓഫ് ഷുഗർ മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിച്ചേ. എങ്ങനെയാ? ഒന്ന് പറഞ്ഞു നിങ്ങൾ അവിടുന്ന്. 342 into 0.5 ബൈ എത്രയാ? 1. ഈ ബൈ 1 ഇടാൻ പഠിക്കണം. വേണ്ട കേട്ടോ, അത് ശീലാക്കുക. ചിലപ്പോ വേറെ കേസുകളോട് വേറെ നമ്പർ ഇടും. അപ്പൊ എത്രയാ വന്നേ? എടാ ഒരെണ്ണത്തിന്റെ വെയിറ്റ് 342. 0.5 നേരെ എന്താ? പകുതി. അപ്പൊ എത്രയാ? 171 ആണോ? 171 ഗ്രാമാണ്. ഐഡിയ മനസ്സിലായ? പ്രശ്നമുണ്ടാ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിക്കുക. ഇവന് മനസ്സിലായോ? ശരിക്കും ഉറപ്പല്ല? കിട്ടിയിരുന്ന ആൻസർ കിട്ടിയിരുന്നു. വെരി ഗുഡ്. ഓക്കെ അല്ലേ? ഇനി അതൊരു കാര്യം ചെയ്യട്ടെ. മൂന്നാമത്തെ ചോദ്യം ഫുള്ളായിട്ട് നിങ്ങൾക്ക് വിട്ട് തരാം. ഉത്തരം പറഞ്ഞത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്ത് ഉത്തരം പറഞ്ഞത് സമയം എന്തായി? സ്മോൾ കോൺസെപ്റ്റ് പറയാൻ സമയം ഉണ്ടായി. 8:30 8:30 കുഴപ്പമില്ല. ഇന്ന് തന്നെ പറയാം. മോൾ പറയാം. വേഗം ആവട്ടെ.
എന്തായിടാ നടപടിയായ ഈ മിഠായി കണക്ക് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്. മിഠായിയുടെ കണക്ക് ഇതിൽ പേര് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാൽക്കുലേഷൻ ചെയ്യാൻ പ്രശ്നം അല്ലെ. കാൽക്കുലേറ്റർ ഫോർമാറ്റ് റെഡി ആയില്ല, അത് മതി, ഉത്തരം വേണ്ട. ഫോർമാറ്റ് റെഡി കേസില്ല. ഒന്ന് പറഞ്ഞ നാമിക, എന്താ ഫോർമാറ്റ് വന്നേ? എഴുതേണ്ടില്ല, അവിടെ ഇല്ല. ഇതാണ് ചോദ്യം. പറഞ്ഞോ തെറ്റിക്കോട്ടെ. 500 എഴുതിയിട്ടുണ്ടാവില്ലതും. എഴുതി നോക്ക്, അപ്പോഴല്ലേ അത് ശരിയാവുള്ളൂ. ശരിയാക്ക്. ശ്രദ്ധിക്കുക, എഴുതി നോക്ക്. മാഷ് പറഞ്ഞ് ശ്രദ്ധിക്കട്ടോ അനാമിക, മനസ്സിലായോ? മാഷൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു കാര്യം നടക്കില്ല എന്ന് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ ഞാനിവിടെ 2 കൈ അടിയിലേക്ക് കുത്തി നിന്നിട്ട് ക്ലാസ് എടുത്താലും എന്താ? നടക്കില്ല. എന്ത് കാര്യം ആയിക്കോട്ടെ, ശരിയല്ലേ? ആ മുഖം കണ്ടറിയാം ഇത് മാഷ, ഇത് ഞാൻ പഠിക്കുന്നില്ല, ഞാന് ബാക്കി വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം, ഇത് വിട്ടു. ആ മൈൻഡിൽ ഇരുന്നിട്ട് കാര്യമില്ല. എന്നെ മാഷ ഏറ്റവും ബേസ് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നെ കേട്ടിട്ടുണ്ടാ. ഇവിടെ എന്താ ചോദിക്കണേ നാമിക? ചോദ്യത്തിന്റെ അർത്ഥം പറഞ്ഞേ. 500.2 ഗ്രാമിലുള്ള ഗ്രാം മോളിക്യൂളുകൾ അല്ലെ. നമ്മള് ചോദിക്കട്ടെ, ഒരു GMM ഷുഗറിന്റെ വെയിറ്റ് എത്രയാ? ഒരു GMM ഷുഗറിന്റെ വെയിറ്റ് നമ്മൾ കണ്ടു, അത് സംഭവിച്ച പണ്ടില്ലേ, എത്രയാ? ഒരു GMM ഷുഗർ എത്രയാ? 342. അപ്പൊ എങ്ങനെ എഴുതാൻ നമ്മുടെ ബുക്കിൽ എഴുതാം? 342 ഗ്രാം ഷുഗർ എത്ര GMM? എത്ര GMM? 1 GMM. കണക്കുകൾ ശ്രദ്ധിക്കും, മനസ്സിലായോ? നമ്മള് അതൊക്കെ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളതൊന്നും അത്ര മറക്കേണ്ടുള്ള സംഭവങ്ങളില്ല, അല്ലെങ്കിൽ പണിയാവും ലാസ്റ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചോളൂ. ഇത് എന്നോട് നടപടിയാവില്ല എന്നുള്ള സെറ്റപ്പ് ഇരിക്കുവോ? ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിലായാലും കുഴപ്പമില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് തുടങ്ങി ഇതുകൊണ്ടാ പറയാം. ഇന്നത്തെ ക്ലാസ്സുകൾ ഇതായിട്ട് കണക്ഷൻ ഇല്ല. ഇവിടെ എത്ര ഗ്രാമിന്റെ കാര്യം ചോദിച്ചേക്കുന്നവര്? ബേസിക് മിഠായി കണക്ക് പറഞ്ഞ എന്തെഴുതുന്ന ഭാഷ പോ. 547.2 ഗ്രാം ഷുഗർ എത്ര GMM ഉണ്ടാവും? കാൽക്കുലേഷൻ പറഞ്ഞ മാഷ് നേരത്തെ പഠിപ്പിച്ചു, പറഞ്ഞോ. 547.2 എന്തുകൊണ്ട് വെറുതെ കൊണ്ടെന്ന് എഴുതി ശരിയാവോ? ഇല്ല. ഇൻറ്റു കറക്റ്റ് ധൈര്യം. ഇത് തെറ്റെന്ന് വെച്ചിട്ട് ഇങ്ങനെ പതൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ 12-15 കൊല്ലായി പഠിപ്പിക്കും, ഞാൻ തെറ്റിക്കാറുണ്ട് ഇവിടെ. ഇപ്പൊ നീ തെറ്റിക്കുന്നോടെ നീ പേടിക്കണേ. ബൈ ഇൻറ്റു 1/342. അത് സെറ്റ് ആവണ്ട മോളെ. സെറ്റ് ആവണമെങ്കിൽ പാടൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള അടുത്ത് വരാൻ പോണേ. പിടി കിട്ടിയോ പറഞ്ഞത്? എന്നിട്ട് ചോദ്യമായിട്ട് ചോദിക്കൂട്ടാ. എത്രയാണ് കിട്ടിയ കാൽക്കുലേറ്ററിലുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞതേ? എത്രയാ? 1.6 ആണോ? നിങ്ങൾ പറയണോ ഉത്തരം? 1.6 GMM ആണോടാ? ശരിയാണോ? കറക്റ്റ് ആണ്. 1.6 GMM ചെയ്യാൻ കിട്ടിയ കുഴപ്പമുണ്ടോ? പ്രശ്നമില്ലല്ലോ. അടുത്തൊരു ചോദ്യം എഴുതി. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അനാമിക്ക് മനസ്സിലായ? കുഴപ്പമില്ലല്ലോ. ഏത് വന്നാലും ചെയ്യാൻ പറ്റണോട്ടോ. ചെയ്യാൻ പഠിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ്, 10ൽ കേട്ടിട്ടുള്ളതാണ് നമ്മള്. ഓക്കെ, എഴുതാം. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. അത്രയേ ഉള്ളൂ, വേഗം ചെയ്തേ. ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ അപ്പൊ ബ്രാക്കറ്റിന്റെ ഫോർമുല അറിയില്ലെങ്കിൽ C6H12O6 അല്ലേ? എന്തായാലും ചേച്ചി ചേർന്ന എന്തിനെങ്കിലും എന്താ പറയുന്ന ആള് എത്ര പെർസെന്റേജ് വിളിച്ചു? 90 വിളിച്ചു കാണും അല്ലേ? 90 വിളിച്ചു. 2 മിഠായി കൊണ്ട് വരാൻ പറയടാ. 2 കൊല്ലം പഠിപ്പിച്ചല്ലേ? പക്ഷെ പറഞ്ഞ വേണ്ടി പറ്റി. ഈ പിള്ളേരൊക്കെ ഭയങ്കര ദുഷ്ടന്മാരാ ശരിക്കും പറഞ്ഞ. പരീക്ഷ ഒരാള് നീ വഴിക്കെന്താ തിരിഞ്ഞു നോക്കില്ല. മാർക്ക് കിട്ടിയവര് കാര്യം പറയാം കേട്ടോ. മാർക്ക് കിട്ടിയവർക്കെങ്കിലും തോന്നൂടെ മാഷ സുഖാണോ? എപ്പോഴും വരണ്ട, പരീക്ഷ കഴിഞ്ഞ സമയത്ത് തോന്നൂടെ. പിന്നെ വരും വേണ്ട കേട്ടോ, പിന്നെ വന്ന ബുദ്ധിമുട്ടാ. അതൊക്കെ വേറെ കാര്യം. സമയത്തൊന്നും വരിക മാഷ A+ കിട്ടിയിട്ടാ ശരി ഓക്കോ എന്ന് പറയാ.
ഇവിടെ ഒരു ഈക്വൽ ഇട്ട് കൊടുത്ത് ഇവിടെ ഈ അറ്റത്ത് ഒരു ഭംഗിയുണ്ടോ? 12 എത്രയാ? 12 ഓവറിൽ എത്ര ബോൾ എറിയുക? ഫുട്ബോൾ കളിക്കാറുണ്ടോ അല്ലേ? 12 ഓവറിൽ എത്ര ബോൾ എറിയാ? പറഞ്ഞ് മുന്നൊന്നില്ല. അപ്പൊ എഴുതുമായിരുന്നു കൂട്ടി കുറച്ചിരിക്കണ. ബോൾ എറിയാൻ പോകാറുണ്ട? എറിയിലുണ്ടാ? ഇല്ല. ഗോൾ അടിക്കലുള്ളൂ അല്ലേ? ഇവിടെ എവിടെ ഗില്ലി കളിയില്ല. ഇല്ല. എവിടെ പോകുമ്പോ വീട്ടിലിരിക്കുക വെറുതെ കളിക്കല്. എവിടെയും വീട് കളിക്ക്. കുമലെവിടെ? സ്കൂളിന്റെ അവിടെ ഉണ്ടല്ലോ ഗ്രൗണ്ട്. അതിനടിക്കുന്ന നിങ്ങളുടെ വീട് അത്തിക്കോട് എന്ന് പറഞ്ഞാൽ റബ്ബറമ്പാണ് വീട്. ക്രിമിനൽ ക്ലബിന്റെ അവിടെ നിന്ന് എവിടുന്ന വെല്ലേറ്റം അവിടെ വീട്. മനസ്സിലായി. ഇടിച്ചിലെ വീടല്ലേ? അവിടെ ഒരു ഇടിച്ചിലുണ്ടായല്ലോ കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ കൊല്ലം അവിടെ ചെറുതായിട്ട് ഒരു വീടിന്റെ ഷെഡ് ഇങ്ങനെ. നിങ്ങളുടെ വീട് തന്നോ? കുറച്ചുകൂടെ വീടാണോ നല്ലത്? നിങ്ങളുടെ അവിടെ ഇല്ല. വലിയ മഴയൊക്കെ വരുമ്പോ മാറിക്കോളൂട്ടാ. മാറപ്പാകുന്നുണ്ട് എപ്പോഴെങ്കിലും മാറേണ്ട വന്നിട്ടുണ്ടോ? പെട്ടുണ്ട് അന്ന് 2018 നാട്ടിലെ മഴയായതോടെ അന്ന് കുറച്ച് പൊട്ടി പോകുമല്ലേ? ആര് പോയിന്ന് അവിടെ പള്ളി എത്രയാണ് മുന്നേ? ഇവിടെ ഉണ്ടായി. ഇവിടെ ചൊല്ലുവാറ പള്ളി എത്രയാണ് മുന്നേ പറഞ്ഞു പോന്നു. മാതാവിന്റെ പള്ളിയിൽ അവിടെ ഒരു സാധനം പോന്നു. വീട്ടില് ഭാര്യ കുട്ടികളൊക്കെ പോയത് ഒക്കെ പോവാൻ പറഞ്ഞു അവരോട്. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്തു? കൂട്ടുകാരെ പഠിച്ചിട്ട് അണ്ണ അടിച്ചിട്ട് ഇരിക്കാന്ന് വെച്ചു. അതിൽ വെച്ച് പോയി. ആൾക്കാരെ മാറാൻ പറഞ്ഞേ എന്താ ഇവരെ നടക്കും നിങ്ങളെ കൊണ്ട്? എത്ര കിട്ടിയെന്നാ പിന്നെ? ഒന്നും കിട്ടിയില്ലേ? 180. ഇത് പറയാനാ ഭാഷ വന്ന്. അതായത് ഉത്തരം 180 കിട്ടിയ? ഉത്തരം 180 കിട്ടി അല്ലെ? യൂണിറ്റ് എന്താ എഴുതണ്ടേ? യു എഴുതണ്ടോ? ഗ്രാം എഴുതണോ? വേണ്ട. മനസ്സിലായി. ഇത് മോളിൽ എഴുതി തെറ്റാണോ? തെറ്റല്ല കേട്ടോ, കറക്റ്റ് ആണ്. യു ഉണ്ട്. GMM ആയതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഗ്രാം എഴുതാൻ സാധ്യതയുണ്ട്. തെറ്റല്ല എന്ന് പറഞ്ഞിട്ടാ. ചിലപ്പോൾ ഗ്രാം എഴുതാൻ സാധ്യത. ഗ്രാം എഴുതാൻ പാടോ? ഇല്ല. കാരണം ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളൂ? ജസ്റ്റ് ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ മാസ്. GMM ചോദിച്ചിട്ടില്ല. GMO ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി പറയ്? എന്തായി GMO ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാം. അപ്പൊ തൊട്ട് താഴെ ഇതുപോലെ എഴുതി വെച്ചേ 1 GMM ഓഫ് ഗ്ലൂക്കോസ്. 1 GMM ഓഫ് ഗ്ലൂക്കോസ് ഈക്വൽ ടു എത്രയാ? 180 ഗ്രാം. അടുത്തത് സെറ്റായി വരണം കേട്ടോ. ഇതൊക്കെ 10 പോലെ ചെയ്തിട്ടില്ല തന്നെയാവും. പക്ഷെ പഠിക്കട്ടോ, വീട്ടിൽ പോയിട്ട് പഠിക്കുക. ഇതൊക്കെ 10 പക്ഷെ പഠിച്ചാണ്. ഞങ്ങൾ ഇതൊക്കെ പഠിച്ച് മറച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നാളെ പഠിക്കേണ്ട വരികയോട്ടാ. അപ്പൊ ക്ലാസ് പിന്നെ മനസ്സിലാവില്ല. പിടികിട്ടുണ്ടാ പറയുന്നത്. വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇന്ന് ചെയ്ത പ്രോബ്ലംസ് മുഴുവൻ എന്ത് ചെയ്യണം? നാളേക്ക് ചെയ്ത് പഠിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. നാളെ എന്താ പരീക്ഷ പറഞ്ഞാണ് അല്ലെ? കുഴപ്പമില്ല. ഇത് ചെയ്തിട്ട് നേരിൽ വേണ്ടു. ഇതെന്തായാലും ഇത് നാളെ കൊണ്ടുവരണം. നാളെ ഇതും കൊണ്ടുവരിക. ഏത് കൊണ്ടുവരിക? മാത്സ് ചെയ്തതും കൊണ്ടുവരും കേട്ടോ. എഴുതാം. കാൽക്കുലേറ്റ്. Sub question 1. Calculate. Mass of 2.6 gram molecule of SO2. Mass of 2.6 gram molecule of SO2. ഓരോ ചോദ്യമായിട്ട് ചെയ്യണം. എല്ലാം ഓർമ്മിച്ച് ചെയ്യണം. വാട്ടർ ആണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതാ ചെയ്ത് അവസാനിപ്പിച്ചേ. വേമൻ ചെയ്യിനി സ്പീഡാവും. 34 അല്ല 32. 2.6 gram molecule of CO2. സമയത്തായി അഡ്മിഷൻ കിട്ടിയ ആർക്കെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ മോള് കിട്ടി? എടുക്കാൻ പോകണമെന്ന്. എവിടെയാ? രണ്ടുപേരും. അവളെവിടെയാ? അന്നത് അങ്ങനെ അവള് മോഡൽസ് പോയി എന്ന് പറഞ്ഞ അതൊക്കെ അങ്ങനെ കിട്ടിയതാണ്. ഫസ്റ്റ് അഡ്മിഷനിൽ ഈ സിംഗിൾ വിൻഡോ കിട്ടിയത് തന്നെ. സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഇവിടെ സീക്രട്സില്. അപ്പൊ എന്താ എടുക്കായിരുന്നില്ലേ? അപ്പൊ ചേച്ചിക്ക് എനിക്ക് ഒരു റൂട്ടിൽ പോയിരുന്നില്ലേ? അല്ല ചേച്ചി കിട്ടിയല്ലോ അല്ലെ? സോറിട്ടാ. അവളെ ഇതിലെടുത്തു.
രണ്ടുപേർക്കും ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടി. അവള് കിട്ടിയിട്ടില്ലേ? അപ്പൊ അവിടുന്ന് അഡ്മിഷൻ എടുക്കാൻ പോണെന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യാൻ പോയിട്ടുള്ളോ? ഏത് കമ്പനിക്ക്? ടെമ്പററി ആയിട്ട് എടുക്കുന്ന അപ്പൊ അപ്പൊ മനസ്സിലായി. അതായത് സൈക്കിൾ ആർട്സിൽ നിങ്ങൾ മോളിന്ന് അവിടെ എന്തായാലും ചേർന്നു, മറ്റുള്ളവർക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? മോഡലിൽ കിട്ടിയിട്ട് അവിടെ ടെമ്പററി ആയിട്ട് ചേർന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരും അല്ലെ സംഭവം. വേറെ ആർക്കും കിട്ടിയിട്ടില്ലേ ഫസ്റ്റ് അലോട്ട്മെന്റില്? അല്ലേ കിട്ടി. എവിടെ കിട്ടിയ? കണ്ടില്ല കിട്ടി. പിന്നെ മാറണ്ട അവിടെ കൂടിക്കോ. ഏതാ? സൈക്കിൾ ആർട്സ് പഠിച്ചത് നല്ലതാ, കുഴപ്പമില്ല. പിന്നെ ആർക്ക് കിട്ടിയ? മാർത്തോമ്മ. നല്ല സ്കൂളാട്ടാ, മാറണമെന്നില്ല. ടെമ്പററി കൊടുത്തിട്ട് നല്ല സ്കൂളാണ്, വേണമെങ്കിൽ ചേർന്നോ. നല്ല സ്ട്രിക്റ്റാ. കേട്ട പിള്ളേര് പറയാറില്ലോ. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് പോകണം ആലോചിക്കുന്നു. വേറെ എങ്ങനെ പോണപ്പോ സീക്രട്ട് ആർട്സാ? എല്ലാവരും സീക്രട്ട് ആർട്സിലാണല്ലോ സ്കൂൾ. പിന്നെ കിട്ടിയ എന്നിട്ടില്ലേ? പിന്നെ ആർക്ക് കിട്ടിയ? ജെനിഫർ കിട്ടി. തിരൂര് മാർത്തോമ്മ. തിരൂര് ടെമ്പററിയാ? ടെമ്പററി എങ്ങനെ നോക്കണേ? അത് രണ്ടുപേരും ജെനിഫറായതിന്റെ ഒരു പ്രശ്നമാണ്. രണ്ടുപേരും ഉത്തരം പറയുന്നത്. ജെനിഫർ ഓസിന് വേണ്ടി കിട്ടിയേ ടെമ്പററി ആയിട്ട് ചേർന്നു. കൺഫേം ആയി. നല്ല സ്കൂളാ, കുഴപ്പമൊന്നുമില്ല, പഠിപ്പിക്കുന്ന ചോദിച്ചു. അവിടെ തിരൂര് ടെമ്പററി ആയിട്ട് ചേർന്ന് നിങ്ങളെ നോക്കണേ. സെന്റ് ക്ലേഴ്സ്. സെന്റ് ക്ലേഴ്സ് പാരമംഗലിന്റെ ബാക്ക് റോഡിലുള്ള വൈറ്റ് സ്കൂളല്ലേ? അത് ഹോളി ഫാമിലി അല്ല, അത് ബിസി ഹോട്ടലല്ല. ഹോളി ഫാമിലി ചെമ്പുകാവ്. എവിടെയാ? എവിടെയാ? അവിടത്തെ മനസ്സിലായി. ഓക്കെ. മറ്റേ അരമനയുടെ അവിടെ. വേറെ എവിടെ കിട്ടിയാണ്? പുറകില് എവിടെ കിട്ടിയ? മോഡൽ ബോയ്സ്. ഉറപ്പിച്ച അവിടെ ഇല്ലേ? എങ്ങടെ പോണ ഇനി? സീവേഴ്സ് കൊടുത്തിട്ട് കിട്ടിയോണ്ട് പോകും. ഇവിടെ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് കിട്ടിയ എവിടെയാ? കുറ്റൂര് കിട്ടിയാണ്. അതൊന്ന് മാറിക്ക് വേണമെങ്കിൽ കിട്ടിയില്ലാണ്ട് പോരാ. നല്ല ടീമോട് കുഴപ്പമില്ല. എന്നാലും സെന്റ് തോമസ് എടുത്തോ തൃശ്ശൂര്. കിട്ടണ്ടായിരുന്നില്ല. ഫുൾ എ പ്ലസ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് പോലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ എന്ത് കിട്ടുന്നില്ല? അഡ്മിഷൻ കിട്ടുന്നില്ല. ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരാരെങ്കിലും ഫുൾ ഉണ്ടായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത കിട്ടിയില്ല അല്ലേ? ട്രയലില് കിട്ടിയില്ല. ഇതിൽ വന്നില്ല. പക്ഷെ നല്ല നടക്കോടാ. കുറെ നേരം ആയില്ലോ. എത്രയാ പുറത്ത് പറഞ്ഞ? എത്ര കിട്ടിയേ? 44. 44 തെറ്റാണല്ലോ. 64 തെറ്റാണല്ലോ. 64 എന്തുട്ടാ? അത് SO2 അല്ല ആയിട്ടുള്ളൂ. ചോദ്യം എന്തുട്ടാ? 2.6 ഗ്രാം മോളിക്യൂളല്ലേ? വേറെ ഒന്നും കിട്ടിയില്ല. പറയേ. അപ്പൊ നാളായിട്ട് ഇരുന്നോളൂ. ഈ പറഞ്ഞ തമാശ ഇരിക്കാണ്ട്. എത്രയാ കിട്ടിയില്ലേ? പ്രാക്ടീസ് ചെയ്യാ. എത്ര കിട്ടിയ? കറക്റ്റാ. വെരി ഗുഡ്. ഒരാൾ ഉത്തരം കിട്ടിയില്ല. നോട്ടെ എന്തൊരു ചെയ്ത് വെച്ചാണ് നോട്ടെ ഭാഷ ശരി. അങ്ങോട്ട് ഇത് തിരിച്ചെഴുതാൻ പറഞ്ഞില്ലേ? വേണ്ട വേണ്ട വേണ്ട, തിരിച്ചെഴുതാന്നില്ല. ഗ്രാം മോളിക്യൂൾ അല്ലേ ചോദിച്ചാണ്. 2.6 വെയിറ്റ് ചോദിച്ചാണ് അല്ലേ? എടി 2.6 ഗ്രാം. ഗ്രാം അതെന്താ സാധനം? ഗ്രാം മോളിക്യൂൾ എന്താ? അത് ഗ്രാം ആണോ? അല്ല, അതെന്താ? മോളിക്കുലാർ മാസ് അല്ല, ഗ്രാം മോളിക്കുലാർ മാസ്. ഗ്രാം പറഞ്ഞ കേട്ടില്ല. പക്ഷെ അപ്പൊ എങ്ങനെയാ കണക്ക് ശരിയാവുക? 2.6 ഗ്രാം 64 പോലെയാണോ? 2.6 അല്ല. ആലോചിച്ച് ചോദ്യം മനസ്സിലാക്കി. കണ്ടത് തെറ്റിക്കണുണ്ടാവും. 10ൽ വന്നിട്ടുള്ള ആൾക്കാരാ. ഇവിടെ എന്തായി? ഒന്നും ആയിട്ടില്ല കേട്ടാ. റശക ഈ GMM ഇടുമ്പോ ക്യാപിറ്റൽ ഇടും. ഇവിടെ എന്താ യൂണിറ്റ് 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 അവിടെ നമ്മുടെ സാനിയുടെ ചെയ്യണോ? അവിടെ ശരി. ഈ വെയിറ്റ് 64 ഗ്രാം 0.2.6 ഗ്രാമാണ്. അവിടെ എന്തെങ്കിലും മാസാണ് കാണണ്ടേ? അതായത് ഗ്രാമാണ് കാണണ്ടേ? 2.6 ഗ്രാമാണോ? അല്ല, 2.6
2.6 gram ചോദ്യം ഗ്രാം മോളിക്യൂൾ എന്താ ജീവമാണ്. അപ്പൊ ഗ്രാം മനസ്സിലായ GMM എന്താണ്? ഇപ്പോ 20 ഗ്രാമായിട്ട് പറയാം ബൈ വണ്ണിന്റെ കുറവുള്ളത് അതുണ്ട്. ബൈ വണ്ണ് വേണ്ടേ? ഇടണം. അത് വണ്ണായതുകൊണ്ട് പ്രശ്നം വരില്ല. പക്ഷെ അവിടെ വേറെ നമ്പർ വന്നാൽ ആ ബൈ ചിലപ്പിട്ടില്ല. ബൈ വണ്ണുണ്ട് അവിടെ. കണക്ക് ആൽബർട്ട് പറഞ്ഞ കറക്റ്റ് ആണ്. വണ്ണിടുന്ന കാര്യം വെച്ച് വണ്ണിന്റെ കാര്യമില്ല. പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കാരണം അത് ചില സമയങ്ങളോട് എത്ര വരും? 2 or 3 പോയിന്റ് ഒക്കെ വരും. അപ്പൊ ചിലപ്പോൾ കൺഫ്യൂഷൻ. ശ്രദ്ധിച്ചേ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ചോദ്യം 2.6. ഇത് ഒരുമിച്ച് വായിക്കണം. 2.6 ഗ്രാം മോളിക്യൂള് അല്ല 2.6 ഗ്രാം ആണോ? മനസ്സിലായോ? പ്രവീണിക്ക് മനസ്സിലായോ? ലക്ഷ്മിക്ക് മനസ്സിലായോ? ഇത് എന്താ തന്നേണേ? 2.6 ഗ്രാം മോളിക്യൂൾ എന്നാണ് തന്നേണേ കേട്ടോ. 2.6 ഗ്രാം മോളിക്യൂൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 2.6 പറഞ്ഞ ലക്ഷ്മണ 2.6 GMM. പ്രവീണി മിസ്റ്റേക്ക് ആക്കിയിരുന്നത് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? പിടികിട്ടിയ. അപ്പൊ നമുക്കറിയാം 2.6 GMM-ന്റെ എന്താ ചോദിച്ചാണ്? മാസാണ് ചോദിച്ചാണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? 1 GMM-ന്റെ മാസ്. 1 GMM എത്രയാ? SO4 എന്ന് പറയുമ്പോ 64 ഗ്രാം. അതെങ്ങനെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? വേണമെങ്കിൽ എഴുതാം. എന്താ? മോളിക്യുലാർ മാസ് ഓഫ് ആരാ? മോളിക്യുലാർ മാസ് ഓഫ് SO2 എത്രയാ? 32 പ്ലസ് 2 × 16 എത്രയാ? 32 പ്ലസ് 12 64 ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പറയേ. കിട്ടിയവരും കിട്ടാത്തവരൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് പറയേ. 2.6 GMM-ന്റെ മാസ ചോദിച്ചാണ്. ഒരു GMM എത്ര ഗ്രാമാ? അപ്പൊ 2.6 GMM എത്ര ഗ്രാമാണ്? 64 × 2.6 കറക്റ്റ് അല്ലേ? 2.6. ഈ ബൈ 1 ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇട്ട് ശീലിച്ചോ. വേറെ കണക്കുകൾ വരുമ്പോ അപ്പൊ തെറ്റില്ല. ബൈ 1 അപ്പോഴാണ് ഈ 164 പോയിന്റ് അത്രയും സംതിങ് പോയിന്റ് ഉണ്ട്. പിടികിട്ടിയ ചോദ്യം മനസ്സിലായോ? ഇവിടെ മിസ്റ്റേക്ക് മനസ്സിലായോ? അപ്പൊ ചോദ്യം നല്ലപോലെ എന്ത് ചെയ്യുക വായിക്കാം. അപ്പൊ ഗ്രാം GMM-ന് പകരം ചിലപ്പോ എന്ത് തരും? ഗ്രാം മോളിക്യൂൾ എന്നായിരിക്കും തരിക. GMM-ന് പകരം എന്താ തരിക? ശ്രദ്ധിക്കുന്ന സംസാരിക്കില്ലേ? GMM-ന് പകരം എന്താ തരിക? ഗ്രാം മോളിക്യൂൾ എന്നാണ് ചിലപ്പോൾ തരിക. അപ്പൊ അത് വെറുതെ ഗ്രാം ഒന്ന് റീഡ് ചെയ്യണം. അതിലെങ്ങനെ എന്താ റീഡ് ചെയ്യണം? മോളിക്യൂൾ തന്നെ. കുഴപ്പമില്ലല്ലോ. പ്രശ്നം എന്താ? തെറ്റണ കണ്ട പലരും തെറ്റിച്ചു അല്ലേ? പലർക്കും കിട്ടിയില്ല അല്ലെ? സാനിക്ക് കിട്ടിയ ചെയ്തെത്തിയോ? അപ്പൊ അത് ശ്രദ്ധിക്കുക. 8:80 അടുത്തത് ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം കൂടി ഉണ്ടായില്ലേ? നമ്പർ ഓഫ് ഗ്രാം മോൾ കാൽക്കുലേറ്റ്. എഴുത്. ആൻഡ്രോസിനൊക്കെ വയ്യാണ്ടായി. എഴുത്. കാൽക്കുലേറ്റ് number of gram molecules. Calculate number of gram molecules. അപ്പൊ എന്താ കാണണ്ടേ? GMM ആണ് കാണണ്ടേ അല്ലെ? Calculate number of gram molecules of water in a beaker containing 576 gram water. Containing 576 gram of water. സെറ്റ് ചെയ്ത് കൊടുത്തേ. നാളെ വരുമ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചു വരണം. ജസ്റ്റ് ഇതൊക്കെ എഴുതി പഠിച്ചിട്ട് വരണം കേട്ടോ. ഒരു തവണ എഴുതി പഠിക്കാൻ പറയുമ്പോൾ വെറുതെ എഴുതി കൊണ്ടിരിക്കോട്ടെ. ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവന്നോളാം പറഞ്ഞു. എന്താ കിട്ടിയില്ലേ? Number of gram calculate number of gram molecules of water in a beaker containing 576 gram water. അപ്പൊ മൊത്തം എത്ര ഗ്രാം വാട്ടർ ഉണ്ട്? കേക്ക്. എത്ര ഗ്രാം വാട്ടർ ഉണ്ട്? 576 ഗ്രാം വാട്ടർ ഉണ്ട്. ഇതിലുള്ള എന്ത് കിട്ടണം? GMM കിട്ടണം. എത്ര GMM ഉണ്ട്?
ഇത് 10ൽ നിങ്ങൾ വേറെ രീതിയിലെ പഠിച്ചിട്ടുണ്ടാവുക. എന്താ GMM കാണാൻ? ഈവൺ മാസ് ബൈ GMM ഫോർമുല ആയിട്ടില്ല പഠിച്ചിട്ടുണ്ടാവാം അല്ലേ? ഫോർമുലയിൽ നമ്മൾ മാറുകയാണ്, ഈ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാനാണ്. പിടികിട്ടിയ ഫോർമുല ഇട്ടാൽ കുറച്ചുകൂടെ വേഗം കിട്ടും. ഈ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മോൾ കോൺസെപ്റ്റിന്റെ കണക്കുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരി പറഞ്ഞേ, എത്ര ആൻസർ വരെ ഈ ചിലപ്പോ ഇവിടുന്ന് മേടിച്ചേ? പിന്നെ ഇത് സ്റ്റുഡിയോ ഒന്നും മേടിച്ചല്ല, ഇവിടുന്ന് തിരുവനന്തപുരം മേടിച്ചതാണ്. സ്റ്റുഡിയോയിൽ ഈ സാധനം കണ്ടിട്ടില്ല, ഈ കളറല്ല അവിടെ എടുക്കുന്നോട്ടെ. ഇവിടുത്തെ ചെട്ട് സ്റ്റുഡിയോ ഒന്നാണ് അല്ലേ? ആര് കളറുണ്ട് അറിയാം, ഭയങ്കര പ്രശ്നം. എന്താ ഈ സെറ്റാക്കിയ? ഇന്നും ചോദിച്ചില്ല അല്ലേ? ചോദിച്ചാൽ നമ്മൾ വിട്ടുപോയി. നാളെ ചോദിക്കൂട്ടാ എന്തായാലും. നാളെ കിട്ടിയാ? നാളെ പരീക്ഷയും പറഞ്ഞല്ലോ അല്ലേ? ചോദിച്ചില്ലെങ്കിൽ അപ്പൊ നിർത്തും, പഠിക്കൽ നിർത്തും. അപ്പൊ പഠിച്ചോണ്ടെന്ന് തോന്നുന്നു അല്ലേ? പറയുമ്പോ പറയണ്ടായിരുന്നു, അങ്ങനെ കുഴപ്പമില്ല. വേഗം സെറ്റ് ചെയ്തേ. കിട്ടിയോ? പറഞ്ഞേ എന്താ ആൻസർ വന്നേ? ഓക്കെ, എത്രയാ? 20 എത്രയാ? 32 കിട്ടിണ്ടോ അല്ലേ? എത്ര കിട്ടി? തന്നെ എനിക്ക് മനസ്സിലായിട്ട് മാഷെ, കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാക്കി എന്നാ കൈ കാത്തിട്ട് സമയം ഒന്നും ചെയ്യോ? ഒന്ന് ചെയ്തേ. ചെയ്യാം മാഷ്, ചെയ്യാൻ കഴിയും. ചെയ്ത് മുട്ടിക്കാൻ പറ്റുമോ നോക്ക്? 32 കറക്റ്റാ. ചേച്ചി എന്തിനാ പോണെന്ന് പറഞ്ഞ് ചെയ്യാം. കുറച്ച് നീന്തൽ തുടങ്ങും. ഇനി അങ്ങനെ പഠിക്കാൻ പറഞ്ഞോളൂ. ആൾക്കാരുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടാ, മോശമൊന്നുമല്ല, പുറകിലൊന്നുമല്ല. വയ്യാണ്ടാവും എന്തായാലും, ബാക്കിയൊക്കെ പോവും. കമ്മൊക്കെ കറക്റ്റ് കുറച്ച് ചെയ്യുമ്പോ ഉറപ്പാ പണി കുറഞ്ഞിരുന്ന. എവിടെ പോണപ്പോ? ഇൻപ്രോക്സിലാ. എവിടെ ചേർന്നേ? ചാപ്റ്ററിൽ തന്നെ ചേർന്നേ. അത് നന്നായി. എന്തായാലും ഈ ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും പോകണ്ടെന്ന് പറഞ്ഞോട്ടാ, മനസ്സിലായി? മാഷ് പ്രത്യേകം പറഞ്ഞത് വേണ്ടി വിട്ട് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ പാസ്സാവില്ല എന്ന് പറഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല. ചാപ്റ്ററിലാകുമ്പോൾ വലിയ കുഴപ്പമില്ല, കണ്ടമാനം പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇത് മറ്റേ പ്രൈവറ്റില് പോകുമ്പോ എന്താ പ്രശ്നം വെച്ചാൽ അവര് കുറെ പ്രോഗ്രാംസ്, ഡാൻസ്, പാട്ട്, കൂത്ത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ അവരുടെ സ്ഥാപനത്തിന് കുറച്ചുകൂടെ വൈബ് കിട്ടാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്യണേ. പക്ഷെ ഈ സബ്ജക്റ്റില് പിള്ളേരെന്താ പാസ്സാവില്ല, പണി കിട്ടാൻ നല്ല സാധ്യത കൂടുതൽ. ചാപ്റ്റർ വലിയ കുഴപ്പമില്ല. എത്ര ഫീസ് ഇപ്പൊ ചാപ്റ്ററില് അതില്ലേ? എപ്പോഴാ ക്ലാസ് തുടങ്ങിയോ? 25 തുടങ്ങിയ ക്ലാസ്സിനെ പോയി തുടങ്ങിയ ഏപ്രിലോട്ട് പോയി തുടങ്ങി. ഫൗണ്ടേഷൻ കിട്ടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇന്റർവ്യൂ കിടക്കുമ്പോ എളുപ്പമല്ല. നന്നായി പഠിക്കാൻ പറഞ്ഞോളാം. കിട്ടിയാ? മനസ്സിലായിട്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ. കിട്ടി? സെറ്റായിട്ട് കിട്ടിയതാണോ? കിട്ടിയ ശരിക്കും മനസ്സിലായ? അഞ്ജലിനിക്ക് അയ്യോ ഇത് പറഞ്ഞല്ലോ. അഞ്ജലിനല്ലേ? അഞ്ജലിയുടെ ചേച്ചി എങ്ങാനും പഠിച്ചിട്ടുണ്ടോ അവിടെ? എന്തായാലും നടപടിയാവോ? കിട്ടുന്നില്ലെന്നോണോ? കട്ടായിന്നോണോ? പിന്നെ ചെയ്ത് കാണിച്ചോട്ടെ. പ്രസന്റേഷൻ എപ്പോഴും ശ്രദ്ധിക്കും. ഇങ്ങനെ വെറുതെ എഴുതല്ലേ? 1 GMM ഓഫ് വാട്ടർ 18 ഗ്രാം അല്ലേ? ഇവിടെ എത്രയാ? 576 ഗ്രാം ആണോ? അപ്പൊ തിരിച്ചല്ലേ എഴുതണ്ടേ? 18 ഗ്രാം ഈക്വൽ ടു എത്രയാ? 1 GMM. therefore 576 ഗ്രാം. മനസ്സിലായ? പ്രസന്റേഷൻ കൂടെ ശ്രദ്ധിച്ചാൽ മക്കളെ. അതായത് നമുക്കറിയാം 18ന്റെ കണക്ക് മാഷ് പറയണല്ലോ, കുഴപ്പമുണ്ടോ? 18 കിട്ടിയില്ലേ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലെ? 18 സെറ്റാണ്. അപ്പൊ 18 ഗ്രാം വാട്ടർ H2O എത്ര GMM? 1 GMM. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. നമ്മൾ മറ്റോടെ എഴുതിയിട്ട് അതിനെ എന്ത് ചെയ്തിരുന്നു? തിരിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ കുറച്ചുകൂടെ ഭംഗി. പക്ഷെ ശരിയാൽ മതി നമുക്ക്. പക്ഷെ ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ 576 ഗ്രാം വാട്ടർ എത്രയായിരിക്കും? പറഞ്ഞേ. 1 × 576/18. കുഴപ്പമില്ല. ഐഡിയ മനസ്സിലായ? പിടികിട്ടുണ്ടാ?
ഇത്രയേ ഉള്ളൂ അനാമിക. 18-ന് 1. അപ്പൊ 576 എത്രയാ? അറിയാത്ത കാര്യം പറഞ്ഞേ. ഏതെങ്കിലും ഏതാ? 18 അല്ല, എത്രയാ? ഇതുണ്ടല്ലേ നമ്പറുകൾ ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കിയോ? നമ്പറുകൾ ഉള്ളത് എന്ത് ചെയ്യാ? ഇൻഡു ചെയ്യാ. ബാക്കിയുള്ള നമ്പറിനോട് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യാ. അപ്പൊ അത് പറഞ്ഞേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ മിസ്സായ നമ്പർ എങ്ങനെ കിട്ടുക? 576 1 ബൈ 1. ഒറ്റയ്ക്ക് നിൽക്കണ നമ്പർ ഏതാ? 18-ന് 1 അല്ലേ? എത്ര തവണ പറയാൻ മതി? 576 ഇത് ബൈ ആരെങ്കിലേ ഇവിടെ 576 അല്ലേ? ഇവിടെ എത്രയാ? 1. അപ്പൊ 576 × 1 ചെയ്തുകൊണ്ട് ബൈ ആണെന്ന് പറഞ്ഞു. ഇനി അവിടെ ഏത് നമ്പറാണല്ലേ? 18. അത്രേ ഉള്ളൂ. 18 പറഞ്ഞിരുന്നു. അതെന്താ പറഞ്ഞാണോ പറയുന്നത്? അതെ, ഉറക്കെ പറയുകയെന്ന് വെച്ചാൽ അതൊക്കെ കേൾക്കണില്ലേ? 2 എന്നൊക്കെ കേൾക്കണേ. അപ്പൊ 576 × 1 ബൈ എത്ര? 18. ഐഡിയ മനസ്സിലായോ? പഠിക്കണോ? നാളെ വീഡിയോ പിടിച്ച് പഠിച്ചു വന്നു കേട്ടോ. എന്താ സെറ്റ് ആയോ മക്കളെ? അപ്പൊ ലാസ്റ്റ് കണക്ക് ചെയ്തിട്ട് ഇറങ്ങും. 32 കിട്ടിയില്ലേ? ഇത് 32 GAM അല്ലേ? GAM അല്ല, തെറ്റവ് പറയുന്നതായിട്ട് GMM അല്ല. നീ എന്നോട് പറഞ്ഞോ പ്രഭിനെ? അവൾ അവിടെ പറ്റി GMM എന്നൊക്കെ പറയുന്നില്ല. എന്നോട് പറഞ്ഞോ? ലാസ്റ്റ് പോയി കേട്ടോ. ഇത് കഴിഞ്ഞ് ഇറങ്ങാം. സമയമായില്ലേ? സമയമായോ? 58ആയി. ലാസ്റ്റ് ചോദ്യം കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ്. ജെനിഫർ ബഹളം ഉണ്ടാക്കല്ലേ? എഴുതും. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ്. എന്തോടെ അല്ലിട്ട് അടിയാണല്ലോ, വഴക്കാണല്ലോ, തൊപ്പനെ വഴക്ക് കൂടി തുടങ്ങിയ അച്ഛനോട് ചോദിച്ചാണ്. അവിടുത്തെ ഇല്ല പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? കൊടുത്തു. എഴുതോ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ്. അപ്പൊ എന്താ കാണണ്ട മക്കളെ? GAM ആണ് കാണുന്നത്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ് ഇൻ 669.6 669.6 ഗ്രാം ജി എഴുതിയാൽ മതി. ഗ്രാം ഓഫ് അയോൺ IRON. അയോണിന്റെ ആറ്റമിക് മാസ് എത്രയാ? നമ്മൾ റൗണ്ട് ചെയ്ത് 56 എടുത്തേക്ക് പോകും അല്ലേ? എഴുതിയില്ല. അയോൺ എഴുതിയില്ല ഇന്നലെ ഇല്ലല്ലോ. അയോൺ ഒന്ന് ആഡ് ചെയ്ത് FE 55.8 ആണ്. 56 എടുത്ത് എഴുതി തൽക്കാലം നോക്കാം. FE 56 ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ വരുമ്പോ ആഡ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ പറഞ്ഞത്. അപ്പൊ നാളെ പരീക്ഷ കേട്ടോ. എത്ര മണി വരിക? 8 തൊട്ട് 9 വരെ കേട്ടോ. 1 മണിക്കൂറുള്ളൂ. പേപ്പർ ഒന്നും കൊണ്ടുവരണ്ട, എഴുതി പഠിച്ചു കൊണ്ടുവന്നാൽ മതി. പേപ്പർ മാറ്റി കൊടുത്ത് ചെക്ക് ചെയ്തേ. FE 56 കേട്ടോ. ഫോണൊക്കെ സൈലന്റ്. ആരും എഴുതുന്നേ? വാച്ചാണ്. ഫോണൊക്കെ കൊണ്ടുണ്ട്. ഫോണ് കൊണ്ടുവരുന്നവരൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സൈലന്റ് ഇട്ടാ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഈ വരാന്തയിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ആൾക്കാരെ ഉറപ്പിക്കാൻ ഇതിന്റെ ഉള്ളിൽ എടുത്തിട്ട് ഫോട്ടോട്ടാ. മനസ്സിലായ നാട്ടുകാർക്ക് വായിച്ചൊക്കെ പൊളിച്ചു പറയും. അതുകൊണ്ടാണ്. ഫ്രണ്ട്സിനോടൊക്കെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞോളൂ. അതുപോലെ ഈ മാസം ഫീസ് അടയ്ക്കണം കേട്ടോ.